മന്നവനീ മശീഹ സതതം തവ കരുണ വാതിലിൽ മുട്ടുന്നേൻ ധനികാനിൻ നീഗണമേ കൃപയും വാഴ്വും നീയൻ ഗതി തുണ ചെയ്യുക നിൻ സാക്ഷിയേല ജീതനാക്കരുതേ. ഒരു നിമിഷം നമ്മുടെ തലകളെ നമുക്ക് ദൈവസന്നിധിയിൽ വണക്കാം. ബാറഖുമോർ, കാരുണ്യവാനായ കർത്താവേ, തിരുവചനത്തിലെ അത്ഭുത കാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം അടിയങ്ങളുടെ ആത്മകണ്ണുകളെ അവിടുന്ന് തുറക്കണമേ. ഏഴകളും പാപികളുമായ ദാസരായ ഞങ്ങൾ നാഥ, ദൈവവചനത്തെ പ്രതി തിരുസന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുന്നു, തിരുസന്നിധിയിൽ താണിരിക്കുന്നു. ഞങ്ങളുടെ കൃപയും സാന്നിധ്യവും കൊണ്ട് തമ്പുരാനെ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ ജീവിതങ്ങളെയും അവിടുന്ന് നിറച്ചുകൊള്ളണമേ. ദൈവവചനത്തെക്കുറിച്ചുള്ള എരിവ്, അതിനെക്കുറിച്ചുള്ള തീക്ഷ്ണത കർത്താവേ അവിടുന്ന് ഞങ്ങൾക്ക് ചൊരിഞ്ഞു നൽകണമേ. അടിയങ്ങൾ ഒഴിഞ്ഞവരാകുന്നു, അടിയങ്ങൾ കുറവുകളുള്ളവരാകുന്നു. അതാ ഞങ്ങൾ കേൾക്കുന്ന ദൈവവചനം ഞങ്ങളെ ശക്തരാക്കണമേ, ഞങ്ങളെ നിറഞ്ഞവരാക്കണമേ. ഞങ്ങൾ കേൾക്കുന്ന വാക്കുകൾ ഞങ്ങളുടെ ജീവിതങ്ങളെ സ്പർശിക്കുവാൻ കാരണമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്താൽ പ്രചോദിതരായി ഞങ്ങളുടെ ജീവിതങ്ങളെ കുറെ കൂടെ അനുഗ്രഹമുള്ളതാക്കുവാൻ, കുറെ കൂടെ പ്രകാശമുള്ളതാക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെല്ലാവരെയും ധൈര്യപ്പെടുത്തണമേ. ഈ ഒരു ദിവസം നാഥ വേർതിരിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങൾക്ക് തരുന്ന സാവകാശത്തിനായിട്ടും ധൈര്യത്തിനായിട്ടും ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. ആ നല്ല നിലത്ത് വീണ വിത്ത് ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ നാഥ ഞങ്ങൾ വിതയ്ക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നവരാകുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളെ കൂടി വന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സംസാരിക്കുന്ന അടിയന്റെ ബലഹീനതയോട് കൂടെ ഇരിക്കണമേ. കേൾക്കുന്നവരുടെ കാതുകളിലൂടെ ഹൃദയങ്ങളിലൂടെ ദൈവാത്മാവ് വ്യാപരിക്കണമേ. നിങ്ങൾ ഇടവകയാകമാനം വാഴ്ത്തണമേ. എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന് നിത്യമായ സ്തുതിയും തുടർച്ചയായ ആരാധനയും ഗ്രഹിക്കുവാനായിട്ട് തന്നെ ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദരണീയരായ വൈദിക സഹോദരങ്ങളെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹ വന്ദനം. പരിശുദ്ധമായ നോമ്പിന്റെ ഈ ഒരു വെള്ളിയാഴ്ച ഒരിക്കൽ കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ തക്കവണ്ണം ലഭിക്കുന്ന സാവകാശത്തിനായിട്ടും അവസരത്തിനായിട്ടും ദൈവസന്നിധിയിൽ നമുക്ക് സ്തോത്രമർപ്പിക്കാം. അറിയാവുന്നതുപോലെ സഭയ്ക്ക് ഒരു ആരാധന വർഷ ക്രമീകരണമുണ്ട്. ഓരോ വർഷവും നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാരത്തെ അതിന്റെ പൂർണ്ണതയിൽ, അവന്റെ ജനനം മുതൽ അവന്റെ രണ്ടാമത്തെ വരവ് വരെയുള്ള സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് എല്ലാ വിശ്വാസികളും കടന്നു പോകണമെന്നുള്ളതാണ് അത്തരം ഒരു ക്രമീകരണത്തിലൂടെ സഭ ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ് വാസ്തവത്തിൽ ഓരോ ആഴ്ചകൾ. ഓരോ വർഷവും നമ്മൾ ഇതിലൂടെ കടന്നു പോകുന്നത് പോലെ തന്നെ ഓരോ ആഴ്ചയും വാസ്തവത്തിൽ നമ്മൾ ഇങ്ങനെ ആ വലിയ രക്ഷാകരമായ രക്ഷണ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചയും നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പിനെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്, നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ പാടാറുണ്ട്, സർവ്വദിനങ്ങളിലും ശ്രേഷ്ഠം ഞായർ നാൾ തന്നെ. സൺഡേ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡേ ഓഫ് എ വീക്ക് എന്നാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഞായറാഴ്ച കഴിഞ്ഞാൽ പിന്നെ സഭ വളരെ താല്പര്യത്തോടെ കാണുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച. ഓരോ വെള്ളിയാഴ്ചയും കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെയും ജയകരമായ കഷ്ടാനുഭവത്തെയും ജയകരമായ മരണത്തെയും ഓർക്കുകയും ആ വലിയ അനുഭവത്തോട് വിശ്വാസ ജീവിതം
താതാത്മ്യപ്പെടുകയും ചെയ്യണമെന്നുള്ളതാണ്. വലിയ വെള്ളിയാഴ്ച നമ്മൾ ഒരു ദിവസം മുഴുവനും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദേവാലയത്തിൽ ചെലവഴിക്കും. അതുകൊണ്ട് വെള്ളിയാഴ്ചകൾ, വലിയ വെള്ളിയാഴ്ച മാത്രമല്ല, എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ വിശ്വാസ സമൂഹം ആ വലിയ അനുഭവത്തെ നോക്കിക്കാണണമെന്നുള്ളതാണ് സഭ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് വെള്ളിയാഴ്ചകളിലൊക്കെ നമ്മുടെയൊക്കെ പള്ളികളിൽ, ഈ പള്ളി ഉൾപ്പെടെയുള്ള പള്ളികളിലൊക്കെ പ്രാർത്ഥനയും ഉപവാസവും അനുഭവങ്ങളും ഒക്കെ ക്രമീകരിക്കുകയും വിശ്വാസ സമൂഹം ഒന്നടങ്കം വലിയ താല്പര്യത്തോടെ, എന്ത് താല്പര്യത്തോടെ? ഞായറാഴ്ച നടക്കുവാനിരിക്കുന്ന വലിയ പുനരുത്ഥാനത്തിന്റെ വലിയ പ്രത്യാശയോടും താല്പര്യത്തോടും കൂടെ ഈ ദിവസങ്ങളിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ ആഴ്ചയും വാസ്തവത്തിൽ ഇതിന്റെ ഒരു മിനിയേച്ചർ ഫോമാണ് എന്ന് പറഞ്ഞത്. എന്തായാലും ഒരുമിച്ച് നമുക്കിവിടെ ആയിരിക്കുവാൻ തക്കവണ്ണം ദൈവം അവസരം തരുന്നുവല്ലോ. ഇത് 25 നോമ്പിന്റെ വലിയ വിശുദ്ധിയുടെയൊക്കെ കാലമാണ്. 25 നോമ്പ് നമ്മുടെ കർത്താവിന്റെ ജനനത്തെ വലിയ താല്പര്യത്തോടെ, വലിയ ലഹരിയോടെ വെൽക്കം ചെയ്യുവാൻ, സ്വാഗതം ചെയ്യുവാൻ തക്കവണ്ണം സഭയാകമാനം കാത്തിരിക്കുന്ന വലിയ ദിനങ്ങളുമാണ്. അമുഖമായിട്ട് ഒരു ചിന്ത മാത്രം പറഞ്ഞ് ഞാൻ ഈ പ്രഭാതത്തിലെ ധ്യാനാനുഭവങ്ങളിലേക്ക് കടക്കുവാനാണ് ആഗ്രഹിക്കുക. നമുക്കറിയാമല്ലോ, ഇരുളിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ആര് പറയുന്നതാണ്? യോഹന്നാൻ ശ്ലീഹ പറയുന്നതാണ്. ഇരുളിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. വെളിച്ചം എന്നൊരു ദർശനമാണ് വാസ്തവത്തിൽ കർത്താവിന്റെ വരവുമായിട്ട് ബന്ധപ്പെടുത്തുന്ന അതിമനോഹരമായ പദങ്ങളിൽ ഒന്ന്. ഇത് വെളിച്ചമാണ്, വെളിച്ചമാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസ് കാലത്ത് നമ്മൾ പലപ്പോഴും നമ്മൾ ഇതിനെ ഇങ്ങനെ റിലേറ്റ് ചെയ്യുന്നത് വെളിച്ചവുമായിട്ടാണ്. നമ്മളത് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ആണെങ്കിലും ഇങ്ങനെ പ്രകാശങ്ങൾ ഇങ്ങനെ തൂക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു ദർശനം, ഈ വെളിച്ചം കണ്ട് ഒരുപാട് ആളുകൾ കർത്താവിങ്കിലേക്ക് ആകർഷിക്കപ്പെട്ടു. അതിലൊരു കൂട്ടരായിരുന്നു വിദ്വാൻമാരെന്ന് പറയുന്ന ആളുകൾ, അല്ലേ? അവരൊരു വെളിച്ചം കണ്ട് ഇങ്ങനെ വരികയായിരുന്നു. കിഴക്ക് ഞങ്ങൾ അവന്റെ നക്ഷത്രം കണ്ടു എന്ന് പറഞ്ഞാണ് വരിക. ഈ വെളിച്ചത്താൽ ആകൃഷ്ടരായി ഇവരിങ്ങനെ നടന്ന് ആ വഴിയിൽ അവർ ആദ്യം കടന്നു ചെല്ലുന്നത് എവിടെയാണ്? ചില തെറ്റായ ഇടങ്ങളിലാണ്. പ്രകാശത്തെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ചില തെറ്റായ ഇടങ്ങളിൽ അവർ ചെന്നു. അവസാനം അവർ സത്യവഴിയിലേക്ക് മടങ്ങി വന്ന് അവരുടെ മുമ്പിൽ ഈ വെളിച്ചം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു, അല്ലെ? അത് അവസാനം എവിടെ പോയി നിന്നു? യേശു കിടന്നിരുന്ന സ്ഥലത്ത്, അല്ലെ? നമ്മളത് കല്ലടാവ് എന്നൊക്കെ പറയുമെങ്കിലും കല്ലടാവിലാവാൻ സാധ്യതയൊന്നുമില്ല കേട്ടോ. കാരണം കർത്താവ് ജനിച്ചപ്പോഴാവില്ല വിദ്വാൻമാർ വന്നത്. അത് മറ്റൊരു വിഷയമാണ്, പോയിക്കൊള്ളട്ടെ. എന്തായാലും യേശു ഉണ്ടായിരുന്ന സ്ഥലത്ത് ഏത് പോയി നിന്നു? നക്ഷത്രം പോയി നിന്നു. അവർ അവിടെ ചെന്നു, നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് ശിശുവിനെ വന്ദിച്ചു എന്ന് വിശുദ്ധ വേദപുസ്തകം എഴുതിയിടുന്നുണ്ട്. എന്നാൽ എന്റെ ചോദ്യം, അവിടെ നിന്ന് അവർ തിരികെ പോയി എന്നും പറയുന്നുണ്ടല്ലേ? തിരികെ പോയപ്പോൾ ഈ വെളിച്ചം ഉണ്ടായിരുന്നു അവർക്ക്. അവർ ഇവിടേക്ക് വന്നപ്പോൾ ഈ വെളിച്ചം അവരുടെ മുൻപിൽ ഉണ്ടായിരുന്നു. ആ വെളിച്ചത്തെ നോക്കിയാണ് അവർ യാത്ര ചെയ്തത്. ആ വെളിച്ചം ക്രിസ്തുവിങ്കിലേക്ക് അവരെ എത്തിച്ചു. അവർ തിരികെ അവരുടെ സ്വദേശങ്ങളിലേക്ക് മടങ്ങിപ്പോയപ്പോൾ ഈ വെളിച്ചം ഉണ്ടായിരുന്നു. വെളിച്ചം, എൻ്റെ ഒരു വലിയ ബോധ്യം ഈ നാളുകളിലുള്ളത്, ആ വെളിച്ചം മുകളിലായിരുന്നില്ല, ആ വെളിച്ചം അകത്തായിരുന്നു. ആ വെളിച്ചം മുകളിലായിരുന്നില്ല, ആ വെളിച്ചം അവരുടെ, അതുകൊണ്ടാണ് പറയുന്നത് അവർക്ക് സ്വപ്നത്തിലൊരു അരുളപ്പാടുണ്ടായിട്ട് തിരികെ ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് പോകാതെ മറുവഴിയായി അവർ പോയി എന്ന് പറഞ്ഞാൽ ഇനി വഴി തെറ്റില്ല എന്ന ബോധ്യത്തിൽ, ഇനി അന്ധകാരത്തിന്റെ വഴികളിൽ ഞങ്ങൾ പോകില്ല എന്ന ബോധത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ അതിനെയാണ് വേണമെങ്കിൽ പറയാം, they were enlightened. അവർ ഉള്ളിൽ പ്രകാശമുള്ളവരായി, ആന്തരിക പ്രകാശമുള്ളവരായി അവർ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ഈ ജനന പെരുന്നാൾ ആചരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവേണ്ട ദർശനം ഇത് തന്നെയാണ്. നമ്മൾ നമ്മുടെ ഭവനങ്ങളൊക്കെ ദേവാലയങ്ങളൊക്കെ ഇങ്ങനെ പ്രകാശപൂരിതമാക്കി 25-ാം തീയതി ഈ ജനന പെരുന്നാൾ അവസാനിക്കുമ്പോൾ നമ്മൾ ആ പ്രകാശമൊക്കെ അഴിച്ച് അലമാരുടെ ഉള്ളിലോ അല്ലെങ്കിൽ നമ്മുടെ സൂക്ഷിക്കേണ്ട സ്ഥലത്തോ ഒക്കെ നമ്മൾ സൂക്ഷിക്കും. എന്നാൽ അപ്പോൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, നമ്മൾ തൂക്കിയിരുന്ന ആ പ്രകാശം വാസ്തവത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ തെളിഞ്ഞോ? ആ പ്രകാശം എൻ്റെ ഉള്ളിൽ നിറഞ്ഞോ? ആ പ്രകാശത്തിന്റെ ഊർജം കൊണ്ട് ഇനിയുള്ള കാലം ജീവിക്കുവാൻ തക്കവണ്ണം പ്രകാശിതരാകുവാൻ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ കർത്താവിങ്കിലേക്ക് നോക്കി പ്രകാശിതരാകുവാനുള്ള അവസരമായിട്ട് ഈ നോമ്പ് കാലത്തെയും ഈ ജനന പെരുന്നാളിനെയും ഒക്കെ കാണുവാൻ തക്കവണ്ണം നമുക്കിടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ ആമുഖ കുറിപ്പുകളെ അവസാനിപ്പിക്കുകയാണ്. ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട്
പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തെ നിങ്ങളുടെ മുൻപിലേക്കൊന്ന് സമർപ്പിക്കുകയാണ്. 1 പത്രോസ് 1:13. ആ വാക്യം ഇങ്ങനെയാണ് പറയുക: ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിങ്കൽ വായിച്ചോ, നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുക. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിങ്കൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുക. പരിശുദ്ധനായ പത്രോസ് ശ്ലീഹായുടെ ലേഖനമാണ്. പത്രോസ് ശ്ലീഹായുടെ ലേഖനങ്ങളെ നമ്മൾ വിളിക്കുന്നൊരു പേര് അത് പൊതുലേഖനങ്ങളാണെന്നാണ്. പൗലോസ് ശ്ലീഹായുടെ ലേഖനമൊക്കെ ഒരു സഭയ്ക്കോ ഒരു വ്യക്തിക്കോ ഒക്കെയാണ് എഴുതുന്നതെന്ന് നമുക്കറിയാം. പത്രോസ് ശ്ലീഹായുടെ ലേഖനത്തെ നമ്മൾ വിളിക്കുന്നത് ഇറ്റ്സ് എ ജനറൽ എപ്പിസൽ, അല്ലെ? പറയും കൂടെ നല്ല ഭാഷയിൽ പറഞ്ഞാൽ ഇറ്റ്സ് എ കാതലിക് എപ്പിസൽ, സാർവത്രിക ലേഖനമാണ്. എല്ലാവർക്കുമായിട്ട് ഈ ലേഖനം തന്നെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ അത് ആർക്കാണ് എഴുതിയത് എന്നവിടെ പറയുന്നുണ്ട്. ആർക്കാണ് എഴുതിയത്? യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ്. ഇവിടെ പറയുന്നത് പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസിയയിലും ബിഥുന്യയിലും, അതായത് ഈ പ്രദേശങ്ങളിലൊക്കെ ചിതറിപ്പാർക്കുന്ന പ്രവാസികളും പരദേശികളുമായവർക്കാണ് അത്രേ. സോ ഇറ്റ്സ് നോട്ട് പർട്ടിക്കുലർ. അതിങ്ങനെ കൃത്യമായിട്ട് ഒരാൾക്കോ ഒരു സഭയ്ക്കോ അല്ല, എല്ലാ വിശ്വാസികളെയും പൊതുവായി കണ്ടുകൊണ്ട് എല്ലാ സഭകളിലുമുള്ള ആളുകളെ പൊതുവായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവർക്ക് നൽകുന്ന നിർദ്ദേശങ്ങളാണ്. പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളൊക്കെ ഈ പത്രോസ് ശ്ലീഹയുടെ ലേഖനം പഠിച്ചിട്ടുണ്ടെന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയാണ്. നമ്മുടെ മർത്തമറിയ സമാജത്തിന്റെ ഒരു പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നതാണ്, 1 വർഷം മുമ്പോ മറ്റോ നമ്മുടെ വിഷയമായിരുന്നു ഇത്. ഒറ്റ വാചകത്തിൽ പത്രോസ് ശ്ലീഹയുടെ ലേഖനം എന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും, അത് എന്ത് ലേഖനമാണ്? പൊതുലേഖനമാണ്. അതിന്റെ തീം വൈസ് ചിന്തിക്കുകയാണെങ്കിൽ അത് ആശ്വാസത്തിന്റെ ലേഖനമാണെന്ന് പറയാറുണ്ട്. ആശ്വാസത്തിന്റെ ലേഖനമാണ്, സാന്ത്വനത്തിന്റെ ലേഖനമാണ്, അല്ലെങ്കിൽ പ്രോത്സാഹനത്തിന്റെ ലേഖനമാണ് എന്നൊക്കെ പറയാറുണ്ട്. ആരെയാ ആശ്വസിപ്പിക്കുന്നത് എന്ന് ആലോചിച്ചു നോക്കി. ആശ്വസിപ്പിക്കേണ്ടത് ആരെയാ? വലിയ സന്തോഷത്തിലിരിക്കുന്ന ഒരാളെയാണോ ആശ്വസിപ്പിക്കേണ്ടത്? നമ്മൾ പോയി ആരോടെങ്കിലും പറയാം വലിയ സന്തോഷത്തിലാണ്, ഓ സാരമില്ല അത്രയും സന്തോഷിക്കേണ്ട നമ്മൾ പറയുമോ? നമ്മൾ പറയില്ലല്ലോ. എപ്പോഴും ആശ്വസിപ്പിക്കേണ്ടത് വിഷമത്തിലിരിക്കുന്നവരെയാണ്, സങ്കടത്തിലിരിക്കേണ്ടവരെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ ഇല്ലേ? പൊതുവായിട്ടുള്ള ലേഖനത്തെ ആശ്വാസത്തിന്റെ ലേഖനമെന്ന് വിളിക്കണമെങ്കിൽ എല്ലാവർക്കും പൊതുവായി എന്താണ് സങ്കടം? ഇപ്പൊ ഒരാൾക്കോ ഒരു വീടിനോ ഒരു ഇടവകയ്ക്കോ ഒക്കെ ഒരു സങ്കടം വന്നു എന്ന് നമുക്ക് പറയാം. ഈ എല്ലാവർക്കും പൊതുവായിട്ട് എന്താണ് സങ്കടം? എന്താണ് വിഷമം? ഒരു വിഷമം ഉണ്ടായിരുന്നു അന്ന്. ഈ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പത്രോസ് ശ്ലീഹ ഇത് ആർക്കാണ് എഴുതുന്നത്. അവർക്കെല്ലാം പൊതുവായി അന്നത്തെ സഭ നേരിട്ടിരുന്നൊരു വലിയ സങ്കടം ഉണ്ടായിരുന്നു. ആ സങ്കടം മറ്റൊന്നുമല്ല, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതിനെ പ്രതി, കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി അതിക്രൂരമായ പീഡനങ്ങളും സഹനങ്ങളും അന്നത്തെ കാലത്തെ ആദിമ ക്രൈസ്തവർക്ക് നേരിടേണ്ടി വന്നു. ഒറ്റ കുറ്റമേ അവർ ചെയ്തുള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിൽ അവർ വിശ്വസിച്ചു. അവരുടെ പഴയ ജീവിതക്രമത്തിൽ നിന്ന് മാറി യേശു ക്രിസ്തുവിലേക്ക് വന്നു എന്നുള്ള കാരണം കൊണ്ട് ആ ജനതയ്ക്ക് നേരിടേണ്ടി വന്ന വലിയ പീഡനങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളൊരു സമൂഹമായിട്ട് നിൽക്കുകയാണെന്ന് വിചാരിച്ചോ? ആൻഡ്രൂസ് അച്ഛനാണ് നമ്മുടെയൊക്കെ നേതാവ്, അല്ലേ? അപ്പൊ വലിയ പീഡനം ഉണ്ടായി, ആൻഡ്രൂസ് അച്ഛനെ അങ്ങ് പിടിച്ചുകൊണ്ട് പോയെന്നങ്ങ് വിചാരിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ നേതാവിനെ പിടിച്ചുകൊണ്ട് പോയി കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു വികാരം എന്താ? കലങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ടല്ലേ? ഇത്രയും ബോൾഡായിട്ടുള്ള, ഇത്രയും ധൈര്യമുള്ള അച്ഛൻ ഇങ്ങനെ നേരിട്ടെങ്കിൽ നാളെ നമുക്കാർക്കും ഇത് വന്നു ഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊരു ഭയം സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാം. ഉണ്ടായി കഴിയുമ്പോൾ വന്നു ഭവിക്കാവുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഈ അടുത്ത ഇടയ്ക്ക് നമ്മുടെ ഈ തൃശ്ശൂര് കേന്ദ്രമായിട്ട് കൽദായ സഭ എന്നൊരു സഭയുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും, ചർച്ച് ഓഫ് ദി ഈസ്റ്റ് എന്ന് പറയുന്നത്. അവിടുത്തെ തിരുമേനി ഇങ്ങനെ സന്ദർഭവശാൽ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒരു സംഭവമാണ്. അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇറാഖിലാണ്. അവരുടെ സഭയുടെ
പ്രധാന സ്ഥലം ഇറാഖിലാണ്. ഇറാഖ് നമുക്കറിയാം, അതൊരു വേറൊരു പ്രത്യേക മതവിഭാഗത്താൽ ഭരിക്കപ്പെടുന്ന ഒരു രാജ്യമാണ്. എന്നാൽ ഒരു കാലത്ത് ക്രൈസ്തവരുടെ വലിയ കേന്ദ്രമായിരുന്നു അത്. അപ്പൊ ആ തിരുമേനി പറയായിരുന്നു, ഇപ്പോഴും അവിടെ കുറച്ച് ക്രൈസ്തവരൊക്കെ ഉണ്ട്, ചെറിയൊരു ശതമാനം ആളുകളുണ്ട്, ഇവരുടെ സഭയിലെ അംഗങ്ങളാണ്. തിരുമേനി പറയുകയായിരുന്നു, അവർ നേരിടുന്നൊരു വലിയ പ്രതിസന്ധി ഉണ്ട്. എന്തെന്നറിയാമോ? അവിടുത്തെ ക്രൈസ്തവരുടെ മുൻപിൽ അവിടുത്തെ ഭരണാധികാരികൾ ചില ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ നാട്ടിൽ താമസിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന്, എളുപ്പമാർഗമാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങ് ചേരുക. രണ്ട്, അതിഭീമമായൊരു തുക നികുതിയായിട്ട് നിങ്ങൾ അടയ്ക്കണം. മൂന്ന്, നിങ്ങൾക്ക് ഈ ദേശം വിട്ടുപോകാം. നാല്, മരിക്കാൻ തയ്യാറാകാം. അവിടെ ജനിച്ചു വളർന്ന ജനങ്ങളോട് പറയുകയാണ് ഈ 4 ഓപ്ഷൻസ്. സ്വാഭാവികമായിട്ടും നാട് വിട്ടു പോകാന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. മരിക്കാൻ സ്വാഭാവികമായിട്ടും ആരും തയ്യാറാകില്ല. അതിഭീമമായ തുക കൊടുത്ത് ജീവിക്കാൻ അവർക്കുള്ള പാങ്ങില്ല, അതിനുള്ള ത്രാണി അവർക്കില്ല. പിന്നെ ജീവിക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ ഓപ്ഷൻ സ്വീകരിക്കും. ഈ തലമുറയൊക്കെ പേടിച്ചും ഭയന്നുമാണ് ആ ഓപ്ഷൻ സ്വീകരിച്ചതെങ്കിലും 2-3 തലമുറകൾ കഴിയുമ്പോഴേക്കും ആ കൂട്ടം മുഴുവനും, അല്ലേ? ഇത് വാസ്തവത്തിൽ ഇന്നല്ല, അന്നും സഭ നേരിട്ടൊരു പ്രതിസന്ധിയായിരുന്നു. പീഡനങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ സഭയുടെ ഇടയിൽ പല ചോദ്യങ്ങളുണ്ടായി. ഇത്ര കഷ്ടം സഹിച്ച് ഞങ്ങൾ എന്തിനാണ് ഇതിലിങ്ങനെ ഉറച്ചു നിൽക്കുന്നത്? പതറിപ്പോകുവാൻ തുടങ്ങി, ചഞ്ചലപ്പെട്ടു പോകുവാൻ തുടങ്ങി. അങ്ങനെ പതറിപ്പോയ, പ്രതിസന്ധിയുടെ മുൻപിൽ വീണു പോകാൻ തുടങ്ങിയ സഭയോട്, സഭാജനങ്ങളോട്, വിശ്വാസികളോട് പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തലൻ നൽകുന്ന ആശ്വാസ വാക്കുകളാണ് വാസ്തവത്തിൽ പത്രോസ് ശ്ലീഹായുടെ ഒന്നാമത്തെ ലേഖനം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അത് ആശ്വാസത്തിന്റെ ലേഖനമാണ്, പ്രോത്സാഹനത്തിന്റെ ലേഖനമാണ് എന്നൊക്കെ. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ള അല്ലെ, നമ്മൾ കേട്ടിട്ടുണ്ട്, ഇപ്പോഴുള്ള ചെറിയ കഷ്ടങ്ങളിൽ നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത്. പത്രോസ് ശ്ലീഹ പറയുകയാണ്. വേറൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ടല്ലോ, 1 പത്രോസ് 2:9 കാണുന്നുണ്ട്, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കൊരു ബോധ്യം വേണം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജനത്തെ ഇങ്ങനെ ധൈര്യപ്പെടുത്തുന്ന ഒരു അപ്പോസ്തലനെയാണ് ഈ പുസ്തകത്തിൽ നമ്മൾ കാണുക. അങ്ങനെയുള്ള ആശ്വാസ വാക്കുകളിൽ വളരെ പ്രധാനപ്പെട്ടൊരു ദർശനമാണ് നമ്മൾ വേർതിരിച്ചിരിക്കുന്ന 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ഇനിയും ആ വാക്യം ഒരിക്കൽ കൂടെ ശ്രദ്ധയോടെ ഒന്ന് വായിക്കുകയോ കേൾക്കുകയോ ശ്രമിക്കൂ. ശ്ലീഹ പറയുകയാണ്, ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ചു നിർത്തണം. മനസ്സെന്ത് ചെയ്യണം? ഉറപ്പിച്ചു നിർത്തണം. പിന്നെ എന്ത് വേണം? നിർമ്മതരാവണം. എന്താണ് നിർമ്മതരാവുക എന്ന് പറഞ്ഞാൽ? നിർമ്മതരാവുക, എൻ്റെ വീട് കോന്നിയിലാണേ. ഞങ്ങൾക്ക് കോന്നിയിൽ ഒരു ആനക്കൂടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഈ ആന ഒക്കെ ഉണ്ട് അവിടെ. പക്ഷെ ചില സമയത്ത് ചില ആനയൊക്കെ മാറ്റിക്കെട്ടും. കാരണം ആ സമയത്ത് ആനയ്ക്ക് മതം ഇളകുന്ന സമയമാണല്ലേ. എന്ന് വെച്ചാൽ എന്നാ, ആനയ്ക്ക് ഭ്രാന്ത് വരുമെന്നാണ് ആനയ്ക്ക് മതം ഇളകുമെന്ന് വെച്ചാൽ. ഞാൻ മലയാളം അധ്യാപനോ പഠിച്ച ആളോ അല്ല, എങ്കിലും എനിക്ക് തോന്നുന്നു ഈ മതത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നിർമ്മതരാവുക എന്ന് പറഞ്ഞാൽ, അല്ലേ? നിർമ്മതരാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ടെൻഷൻ അടിച്ച് ഭ്രാന്താകരുതെന്നാണ് കേട്ടോ. അതായത് നിങ്ങൾ നേരിടുന്ന ഈ പ്രതിസന്ധിയെ ഓർത്ത് ടെൻഷൻ അടിച്ച് വട്ടാവരുത്. നിർമ്മതരാവണം. സ്റ്റേ കൂൾ, സ്റ്റേ കാം. മനസ്സുറപ്പിക്കണം, നിർമ്മതരാകണം. അതിനുള്ള കാരണം അദ്ദേഹം പറയുന്നുണ്ട്. കാരണം എന്താണ്? യേശു ക്രിസ്തു വരുവാൻ പോകുന്നു. യേശു ക്രിസ്തു ഉടനെ എത്തും. യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള ഒരു കൃപയുണ്ട്. അതുകൊണ്ട് മനസ്സുറപ്പിച്ച് നിർമ്മതരായി ആ വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിക്കണം. നോക്കൂ, ചഞ്ചലപ്പെട്ടു നിൽക്കുന്ന ഹൃദയത്തെ ശ്ലീഹ ആശ്വസിപ്പിക്കുകയാണ്. ഇപ്പോൾ നേരിടുന്ന ഈ സങ്കടങ്ങളെയോ സഹനങ്ങളെയോ പ്രതിസന്ധികളെയോ ഭാരങ്ങളെയോ കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ടു പോകാതെ, ഇടറിപ്പോകാതെ, വീണുപോകാതെ നിങ്ങൾക്കൊരു കൃപ ലഭിക്കുവാൻ പോകുന്നു. സെറ്റ് ഓൾ യുവർ ഹോപ്പ് ഇൻ ദ ഗ്രേസ് ടു കം. വരുവാനുള്ള ആ കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിക്കുവാൻ അപ്പോസ്തലൻ
അന്നത്തെ ജനതയോട് ആവശ്യപ്പെടുകയാണ്. ഇന്ന് ഈ പ്രഭാതത്തിലും ഈ ഒരു തലക്കെട്ടിനെ നിങ്ങളുടെ സന്നിധിയിലേക്കൊന്ന് സമർപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുക. സ്നേഹിതരെ, ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെയൊക്കെ സാധാരണ ജീവിത അനുഭവങ്ങളിൽ അനുഭവിക്കേണ്ടി വരുന്ന വലിയ ഭാരങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. നമുക്കറിയാം, ഇന്ന് ഈ പുതിയ കാലത്ത് ഏറ്റവും അധികം ആളുകൾക്കുള്ള രോഗം എന്തെന്നറിയാമോ? എന്താ രോഗം? ഈ സംസാരിക്കുന്ന എനിക്കും നമ്മളിൽ അധികം പേരും വി ആർ ഡിപ്രസ്ഡ്. നമുക്ക് വിഷാദമാണ്. അതിന്റെ ഏറ്റക്കുറച്ചിലുണ്ട് ജീവിതത്തിൽ, അല്ലെ? ചെറിയ അളവിലെങ്കിലും നമ്മളെല്ലാം വല്ലാതെ ഭാരപ്പെട്ടാണ് ജീവിക്കുന്നത്. ജീവിതത്തിലെ സങ്കട അനുഭവങ്ങളെയും പ്രതിസന്ധികളെയും നേരിടുവാനുള്ള ധൈര്യമോ കഴിവോ പ്രാപ്തിയോ ത്രാണിയോ ഇല്ലാതെ പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ പതറിപ്പോവുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് എപ്രകാരമാണ് ഈ പ്രതിസന്ധി നിറഞ്ഞ ജീവിതത്തെ, ലോകത്തെ നേരിടേണ്ടത് എന്ന അപ്പോസ്തലന്റെ വാക്കുകൾ പ്രസക്തമാകുന്നത്. ഒരുപക്ഷെ ക്രിസ്ത്യാനിയായതിന്റെ പേരിലാവില്ല ഞാനും നിങ്ങളും ഒന്നും ഇന്ന് ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കുന്നത്. എന്തു തന്നെയായാലും അപ്പോസ്തലൻ പറയുന്നത് അതിനെക്കുറിച്ച് ഒരുപാട് മകളെ ഭാരപ്പെടരുത്. കാരണം അങ്ങനെ ഭാരപ്പെട്ടത് കൊണ്ട് വേദപുസ്തകത്തിലെ വാചകം തന്നെ ഞാൻ എടുത്ത് ചോദിക്കുകയാണ്, ആയുസിനോട് ഒരു മുഴമെങ്കിലും കൂട്ടുവാനോ ഒരു മുഴമെങ്കിലും കുറയ്ക്കുവാനോ സ്നേഹിത എനിക്ക് നിങ്ങൾക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് മനസ്സിനെ ഒന്ന് ഉറപ്പിക്കുവാൻ, നിർമ്മതരാകുവാൻ, ഇനി വരുവാനുള്ള കൃപയെക്കുറിച്ച് ദർശനങ്ങൾ കാണുവാൻ, ആ ദർശനത്തിൽ ഇന്ന് പ്രത്യാശയോടെ ജീവിക്കുവാൻ. നമ്മളെപ്പോഴും പറയുന്ന, ഇംഗ്ലീഷിൽ പറയുന്നൊരു വാക്കാണ്, ജീവിതത്തിൽ വളരെ പോസിറ്റീവ് ആകണമെന്ന് പറയാറുണ്ടല്ലേ. അതിനൊരു നല്ല വാക്ക് മലയാളത്തിൽ എനിക്ക് തോന്നുന്നു പ്രസാദാത്മകമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. കുറെ കൂടെ പ്രസാദാത്മകമായിട്ട് ജീവിക്കണം. എന്ത് മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴും ജീവിതത്തെ പ്രസാദാത്മകമായിട്ടൊന്ന് കാണുവാൻ, ആ പ്രസാദാത്മകമായിട്ട് പ്രത്യാശയോടെ ജീവിക്കുവാൻ തക്കവണ്ണം അപ്പോസ്തലൻ മുൻപോട്ട് വയ്ക്കുന്ന 2-3 ആഹ്വാനങ്ങളെ മാത്രം ഈ വേദഭാഗത്ത് നിന്ന് ഒന്ന് ചേർത്ത് വായിച്ച് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുക. പ്രത്യാശയോടെയുള്ള കാത്തിരിപ്പിന്, അല്ലെങ്കിൽ പ്രത്യാശാപൂർവമായ ആ കാത്തിരിപ്പിന് ആവശ്യമായ 2-3 ആഹ്വാനങ്ങൾ, കുറിവാക്യങ്ങളായിട്ട് ആ വാക്യങ്ങളെ ഒന്ന് വായിച്ച് മുൻപോട്ട് പോകുവാനാണ് ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ കുറിപ്പ് 15-ാമത്തെ വാക്യമാണ്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഈ അധ്യായത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് അവിടെ നമുക്ക് ലഭിക്കുന്ന ആഹ്വാനം. എന്താണ്? എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. ബി ഹോളി ഇൻ ഓൾ യുവർ കണ്ടക്ട്. അപ്പോസ്തലൻ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ഈ നേരിടുന്ന പ്രയാസങ്ങളെ കുറിച്ച് ഓർത്ത് പതറിപ്പോകാതെ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കാര്യം പറയാം. ഈ ലോകത്തിൽ അതിന്റെ മധ്യത്തിൽ വിശുദ്ധരായി മകളെ ജീവിക്കാൻ നിനക്ക് സാധിക്കുമോ എന്നുള്ളതാണത്. എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. ആരാണ് വിശുദ്ധൻ? ആരാണ് വിശുദ്ധൻ? ഇപ്പം പുതുപ്പള്ളി പള്ളിയിലാണ് ഞാൻ നിൽക്കുന്നത്, അല്ലെ? പുതുപ്പള്ളി പള്ളി വന്നിട്ട് ഒരു പരിശുദ്ധന്റെ പേര് പറഞ്ഞാൽ, വിശുദ്ധന്റെ പേര് പറഞ്ഞാല് ഗീവർഗീസ് എന്നൊരു പേരാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്, അല്ലേ? അതുകൂടാതെ നമുക്ക് 9 അല്ലെ വിശുദ്ധന്മാരുണ്ട്, അല്ലെ വിശുദ്ധകളുണ്ട്. നമ്മൾ പലപ്പോഴും ഈ വിശുദ്ധൻ എന്ന പദം ഈ അമാനുഷികരായ ആർക്കൊക്കെയോ വേണ്ടി അങ്ങ് ചാർത്തി കൊടുത്തിട്ടുണ്ട്, അല്ലേ? ഇവിടെ കുഞ്ഞുങ്ങളൊന്നുമില്ല. ഞാൻ പലപ്പോഴും പിള്ളേർ ചോദിക്കാറുണ്ട്, അല്ലേ, ആർ യു എ സെയിന്റ്? ഇവിടെ ഒരാളുടെ ചോദിച്ചു, നമ്മൾ വിശുദ്ധരാണോ? നമ്മൾ വിശുദ്ധരാണോ? ഞങ്ങൾ വിശുദ്ധരല്ലല്ലോ. വിശുദ്ധരെന്ന് പറഞ്ഞാൽ അവരൊക്കെയാണ്, ഞങ്ങൾ പാപികളാണ് എന്ന് പലപ്പോഴും പറഞ്ഞ് നമ്മളങ്ങ് അവസാനിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ വേദപുസ്തകം പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് പുതിയ നിയമ സഭയെ പറ്റി പഠിക്കുമ്പോൾ, ആദിമ സഭയിലെ ആളുകളെ വിളിച്ചിരുന്ന 2 പേരുകൾ ഉണ്ടായിരുന്നു. 2 പേരുകൾ. അതിലൊന്ന് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, സഹോദരൻ എന്നൊരു പദമാണ്. അഡൽഫോസ് എന്നൊക്കെ ഗ്രീക്കിൽ എഴുതിയിട്ടുണ്ട്. സഹോദരൻ. അവർ വിശ്വസിച്ചിരുന്നു എല്ലാവരും, നമ്മൾ പല വീട്ടിൽ നിന്ന് വന്നവരാണെങ്കിലും പല മാതാപിതാക്കൾക്ക് ജനിച്ചവരാണെങ്കിലും നമ്മളെല്ലാവരും ആരാണ്? അതെങ്ങനെ സഹോദരങ്ങളാവുന്നത്? അതെങ്ങനെ നമ്മളെല്ലാം സഹോദരങ്ങളാവുന്നത്? അതിനുള്ള കാരണം എന്തെന്നറിയാമോ? വിശുദ്ധ മാമോദീസ ഏറ്റപ്പോൾ അന്നും ഇന്നും, അല്ലേ, നമ്മളൊക്കെ പ്രാപിക്കുന്നത് എന്തെന്നറിയാമോ? ദൈവത്തിന്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്ന പുത്രത്വം എന്ന അവകാശമാണ്. സൺഷിപ്പ്, പുത്രത്വം എന്ന അവകാശം വിശുദ്ധ മാമോദീസയുടെ. നിങ്ങൾ ഇനിയും മാമോദീസയിൽ പങ്കെടുക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. സന്തോഷ തൈലം എന്നൊരു തൈലം കൊണ്ട് നമ്മളെ ഇങ്ങനെ മുദ്രയിടും മാമോദീസയിൽ. നേരത്തെ പ്രാർത്ഥന തന്നെ അതാ പറയുന്നത്,
സ്വീകാര്യത്തിന് അർഹനാകുവാൻ തക്കവണ്ണം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മുദ്രയിടുന്നു. സോ യു ആർ റിസീവിംഗ് ദ സ്പിരിറ്റ് ഓഫ് സൺഷിപ്പ്, പുത്രത്വം. ഇപ്പൊ എല്ലാവരും ദൈവത്തിന്റെ മകനോ മകളോ എന്ന പദവി പ്രാപിച്ചെങ്കിൽ നമ്മൾ എല്ലാവരും ആരാണ്? സഹോദരങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മുടെ വിശുദ്ധ കുർബാന നമ്മൾ പറയാൻ, കർത്താവേ നിന്റെ ഏകജാതന് സഹോദരങ്ങളായി നീ പൂർത്തീകരിച്ചിരിക്കുന്ന ഞങ്ങളെ. അതുകൊണ്ട് സഹോദരൻ, അതായിരുന്നു ഒന്നാമത്തെ വാക്ക്. രണ്ടാമത് മറ്റൊരു പദം ഉണ്ടായിരുന്നു. ഗ്രീക്കിൽ അത് പറയുന്നത് ഹാഗിയോസ് എന്നൊരു പദമാണ്. ഹാഗിയോസ്, അതിന്റെ നല്ല മലയാളം വിശുദ്ധൻ. വിശുദ്ധൻ. അവരെല്ലാവരും വിശ്വസിച്ചിരുന്നു നമ്മളെല്ലാം ആരാണ്? വിശുദ്ധരാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൊരിന്തിലുള്ള വിശുദ്ധന്മാർക്ക് വന്ദനം ചെയ്യുവീൻ. അല്ല, അപ്പോസ്തലൻ എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക്. നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണെങ്കിൽ, അവരുടെ ബോധ്യം ഇതായിരുന്നു, നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നമ്മളെല്ലാം ദൈവത്തിന്റെ വിശുദ്ധിക്കും മക്കളാണ്. അപ്പൻ വിശുദ്ധിയാണെങ്കിൽ മക്കൾക്കും എന്തുണ്ട്? അപ്പോസ്തലൻ പത്രോസ് ശ്ലീഹ പറയുന്നുണ്ട്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. അല്ലേ? അപ്പോൾ വിശുദ്ധൻ. അപ്പൊ മറന്നു പോകരുത്, വിശുദ്ധൻ ആര് എന്ന ചോദ്യത്തിന് ഇവർ മാത്രമല്ല വിശുദ്ധർ, നമ്മളും. അവിടെയാണ് നമ്മൾ ഈ വാചകത്തെ ഒന്ന് വായിക്കേണ്ടത്. അപ്പോസ്തലൻ പറയുകയാണ്, മകനെ മകളെ മറന്നു പോകരുത്, പേരുകൊണ്ട് നീ വിശുദ്ധനാണ്. പക്ഷെ ഞാൻ നിന്നോട് പറയുകയാണ്, പേരുകൊണ്ട് മാത്രം വിശുദ്ധി പോരാ, എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. സ്നേഹിതരെ, ഇന്ന് ഞാനും നിങ്ങളും ഒക്കെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അധികം, എൻ്റെ ഒരു ബോധ്യമാണ്, നാം പതറിപ്പോകുന്നത് ജീവിതത്തിലെ അശുദ്ധികളോടാണ്, തിന്മകളോടാണ്. നമ്മളിങ്ങനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട്, നമ്മളിങ്ങനെ അനുരഞ്ജനപ്പെട്ടുകൊണ്ട് ലോകത്തിൽ ജീവിക്കുവാൻ, ലോകത്തിൽ വിജയങ്ങൾ കൈവരിക്കുവാൻ, ലോകത്തിൽ എന്തൊക്കെയോ ആയിത്തീരുവാൻ എന്തിനോടും കൂട്ടുചേരാമെന്നുള്ള അല്ലെ തെറ്റിദ്ധാരണയിൽ, അനുഭവത്തിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രഭാതം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം വളരെ ലളിതമാണ്. Am I able to lead a holy life? ഒരു വിശുദ്ധ ജീവിതം ദൈവമേ ഈ ലോകത്തിൽ നയിക്കും. ഈ പ്രതിസന്ധിയുള്ള ലോകത്തിൽ പ്രത്യാശയോടെ കാത്തിരുന്ന് ജീവിക്കുവാൻ തക്കവണ്ണം വിശുദ്ധമായൊരു ജീവിതം നയിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? പത്രോസ് ശ്ലീഹയുടെ ഒരു വാക്ക് നമ്മൾ ഏറെ കേട്ടിട്ടുള്ളതാണ്. പത്രോസ് ശ്ലീഹ ഇതേ പുസ്തകത്തിലാണ് പറയുക, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്, ബാക്കി പറയാമോ, അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്നറിയാതെ. എന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ഞാനുണ്ടല്ലോ, എന്നെ വിഴുങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പലതിന്റെയും മുൻപിൽ എന്റെ ജീവിതം തുറന്നു വെച്ചിരിക്കുക സ്നേഹിത. പലതിന്റെയും മുൻപിൽ പലതിനോടും കോംപ്രമൈസ് ചെയ്യുവാനൊക്കെ വേണം, പലതിനോടും അങ്ങ് സമരസപ്പെടുവാനൊക്കെ വേണം ഞാൻ എൻ്റെ ജീവിതത്തെ കൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഒരിക്കല് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലാണ് തൻ്റെ ചുറ്റുമുള്ളവരോട് പറയുന്നുണ്ട്, ഞാൻ ആടുകളുടെ നല്ല വാതിലാണ്, ഞാൻ ആടുകളുടെ നല്ല വാതിലാണ്. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം തന്നെ കർത്താവ് പറയുകയാണ്, ഞാൻ വാതിലായതുകൊണ്ട് ഞാൻ അറിയാതെ പുറത്തുള്ള യാതൊരുവനും ഈ ആടുകളുടെ അടുക്കലേക്ക് വരികയോ, വാതിലിന്റെ ജോലിയാണ്, ഞാൻ അറിയാതെ പുറത്തുള്ള യാതൊരുവനും ഈ ആടുകളുടെ അടുക്കലേക്ക് വരികയോ. വീണ്ടും കർത്താവ് പറയാണ്, ആടുകളിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ അറിയാതെ പുറത്തേക്ക്, അതാണ് വാതിലിന്റെ ജോലി. നമ്മളൊന്ന് ചോദിച്ചാൽ മതി, നമ്മുടെ ജീവിതത്തിന്റെ വാതിലാകാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിന്റെ വാതിലാകുവാൻ, നമ്മുടെ കുടുംബത്തിന്റെ വാതിലാകുവാൻ. അച്ഛന് പറഞ്ഞു ഒരു കൗൺസിലിംഗ് സെന്റർ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഭദ്രാസനത്തിന്റെയാണ്, എനിക്ക് എൻ്റെ ചുമതലയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഈ ഒരു കാലത്ത് മറ്റെവിടെയൊക്കെയോ നടക്കുന്നുവെന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും അല്ലെ, അത് വേറെ എവിടെയൊക്കെയാണ്, നമ്മളൊക്കെ അങ്ങ് മനോഹരമായിട്ട് ജീവിക്കുകയാണെന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. സ്നേഹിതരെ, വേദപുസ്തക ഭാഷ തന്നെ പറയുകയാണ്, പാപം പടിവാതിൽക്കലുണ്ട്, പാപം പടിവാതിൽക്കലുണ്ട്. ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ പലതിനെയും ചേർത്ത് വെക്കുകയും പലതിലേക്ക് ഇറങ്ങി ചെല്ലുകയും ഒക്കെ ചെന്ന്
വല്ലാതെ ഇടകലർന്നു പോകുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ കർത്താവ് നേരിട്ട പ്രലോഭനങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? കർത്താവ് നേരിട്ട ആദ്യത്തെ പ്രലോഭനം എന്തായിരുന്നു? കല്ലപ്പം ആവുന്നു. അപ്പം കല്ലായിരുന്നു. ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടല്ലേ? കല്ലപ്പമാക്കാൻ പറയായിരുന്നല്ലേ? പക്ഷെ അതിനെ ഇങ്ങനെയൊന്ന് വായിച്ചു നോക്കി. കല്ലപ്പമാക്കുക എന്നുള്ളതല്ല പ്രലോഭനം. അതല്ല. ഒരു നേരം ഭക്ഷണം കഴിക്കാതിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? പറ്റും. 2 നേരം ആയാലോ? പ്രയാസമാണ്. അപ്പൊ ഇവിടെ ഒരു മനുഷ്യൻ്റെ ഒരു 40 ദിവസമായിട്ട് ആഹാരം കഴിക്കാതിരിക്കുകയാണ്. 40 ദിവസമായിട്ട് 40 ദിവസം ആഹാരം കഴിക്കാതിരിക്കുന്ന ആളുടെ അടുക്കൽ വന്ന് പിശാചൊന്നും വരികയൊന്നുമില്ല കേട്ടോ. പിശാചൊക്കെ അകത്ത് തന്നെയാണ് ഈ പിശാചൊക്കെ ഉള്ളത്. പറയുകയാണ്, വിശക്കുന്നില്ലേ, ഭക്ഷണം കഴിക്കുക. നീ ആ കല്ല് കണ്ടോ നല്ല ബണ്ണ് പോലെ ഇരിക്കുക. നീ ഒന്ന് പറഞ്ഞാൽ മതി, ഈ കല്ല് മുഴുവനും ബണ്ണായിട്ട് മാറും. വിശക്കുന്നില്ലേ, നിന്റെ വിശപ്പിനെ അടക്ക്. അതാണ് ഒന്നാമത്തെ പ്രലോഭനം. വിശപ്പാണ് ആദ്യത്തെ പ്രലോഭനം. രണ്ടാമത്തെ പ്രലോഭനോ, മോളിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, താഴോട്ട് ചാടിയാൽ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം. പിന്നെന്തിനാ ചാടുന്നേ? ഒന്നും പറ്റത്തില്ലെങ്കിൽ പിന്നെന്തിനാ ചാടുന്നേ? പറയാതെ പറയുന്നത് എന്തെന്നറിയാമോ? ഇത് യെരൂശലേമാണ്, തലസ്ഥാനമാണ്, ജനനിബിഡമായ സ്ഥലമാണ്. നീ ഇത്ര മുകളിൽ നിന്നും താഴേക്ക് ചാടിയിട്ട് നിനക്കൊന്നും പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ എല്ലാവരും പറയും, നീ ഒരു സംഭവമാണ്. എടാ, എന്തിനാ വെറുതെ 3-3.5 വർഷക്കാലത്തെ പരസ്യ ശുശ്രൂഷയും പിന്നൊരു മരണവും പിന്നൊരു സഹനങ്ങളും ഒക്കെ എന്തിനാണ്? കുറുക്കു വഴികളിലൂടെ നിനക്ക് പ്രശസ്തനാകാമല്ലോ. കുറുക്കു വഴികളിലൂടെയുള്ള പ്രശസ്തിയാണ് രണ്ടാമത്തെ പ്രലോഭനം. പ്രശസ്തി, ഫെയിമാണ്. പ്രശസ്തനാകാമെങ്കിൽ എന്തുമാകാമെന്നുള്ള പാഠങ്ങളാണ്. മൂന്നാമത്, ലോകവും അതിന്റെ പ്രതാപങ്ങളും എല്ലാം കാണിച്ചിട്ട് എന്നാ പറഞ്ഞു? എല്ലാം നിന്റെ എടുത്തു. എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട. ആ ഇരുട്ടത്തോട്ടൊന്ന് മാറി നിന്നിട്ട് ചുമ്മാ തലേന്ന് വണക്കിയാൽ മതി, അല്ലേ? എന്നെ ഒന്ന് വന്നിച്ചാൽ മതി, ഒന്ന് ഹഗ് ചെയ്താൽ മതി. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ലോകവും അതിന്റെ പ്രതാപവും ഒന്നും വേണ്ട, അല്ലേ? ഒരു 2000 രൂപ തരാന്ന് പറയുന്നത് നമ്മൾ ആരും കാണത്തില്ലെങ്കിൽ നമുക്ക് എന്തു വാങ്ങാമല്ലോ, അല്ലേ? ശരിക്കും അവിശുദ്ധ ചെങ്ങാത്തങ്ങളാണ് മൂന്നാമത്തെ പ്രലോഭനം. അൺഹോളി റിലേഷൻസ്. അവിശുദ്ധ ചങ്ങാത്തം. പണമോ അധികാരമോ ഒക്കെ കിട്ടുമെങ്കിൽ ആരോടും കൂട്ടുകൂടാമെന്നുള്ള പ്രലോഭനം. എന്നോട് സദയം ക്ഷമിക്കണം. ഇന്ന് ഞാൻ വിശുദ്ധനാകാതിരിക്കുന്നതിന് എൻ്റെ ജീവിതത്തിലുള്ളത് ഈ 3 കാരണമേ ഉള്ളൂ. ഒന്ന്, എൻ്റെ വിശപ്പുകൾ അടങ്ങുന്നില്ല. ഞാൻ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത് കേട്ടോ. ദൈവത്തിന്റെ വലിയ കരുണയിൽ നമുക്ക് ആർക്കും ഭക്ഷണം കഴിക്കാൻ ഒരു പഞ്ഞവുമില്ല, പട്ടിണിയില്ല. പക്ഷേ എൻ്റെ വിശപ്പ്, എൻ്റെ ആസക്തികൾ, എൻ്റെ മോഹങ്ങൾ, എൻ്റെ പ്രലോഭനങ്ങൾ, എന്നോട് പറയുകയാണ്, എല്ലാ വിശപ്പും അപ്പം കൊടുത്ത് തൃപ്തമാക്കിക്കോ, അല്ലേ? നിന്റെ ഫോൺ ഉപയോഗിച്ചോ, നിന്റെ കണ്ണുപയോഗിച്ചോ, നിന്റെ ജീവിതം ഉപയോഗിച്ചോ, യു ക്യാൻ ഫീഡ് യുവർ ഹങ്കർ. നമുക്ക് ഈ പ്രഭാതത്തിൽ എഴുതിയിടാൻ പറ്റണം, എല്ലാ വിശപ്പും ഒന്നും അപ്പം കൊണ്ടും അല്ല. അപ്പം ഇല്ലാതെ ചില വിശപ്പ്. അതാണ് കർത്താവ് പറയുന്നത്, അപ്പം കൊണ്ട് മാത്രമൊന്നും അല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങളും ഒക്കെ ഈ വിശപ്പിനെ അടക്കാൻ പര്യാപ്തമാക്കണമെന്ന്, അല്ലേ? പ്രശസ്തനാകാമെങ്കിൽ എന്തും ചെയ്യാമെന്ന് നമ്മളങ്ങ് ധരിച്ചു വെച്ചിരിക്കുകയാണ്. 10 പേർ അറിയുമെങ്കിൽ, 10 പേർ മുമ്പിൽ അംഗീകാരം കിട്ടുമെങ്കിൽ, ആദരവ് കിട്ടുമെങ്കിൽ, യു ക്യാൻ ഡു എനിത്തിങ്, അല്ലേ? ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടം കിട്ടുമെങ്കിൽ എന്നെ ക്ഷമിക്കണം, ഏത് വൃത്തികെട്ടവനുമായിട്ടും ചങ്ങാത്തമാകാം, അവിശുദ്ധ കൂട്ടുകെട്ട്. ഇതിന്റെ മധ്യത്തിലാണ് ശ്ലീഹ പറയുന്ന ഈ വാക്ക്. ഏത് വാക്ക്? മോനെ, നീ അല്ലേ തന്നെ ആവശ്യത്തിലധികം പ്രയാസത്തിലല്ലേ ജീവിക്കുന്നത്? നീ ഒന്ന് ഫോക്കസ്ഡ് ആവ്. നിന്റെ ജീവിതത്തെ നീ ഇങ്ങനെ ഒന്ന് ക്രമീകരിക്കേ. നിന്റെ നടപ്പിൽ നീ ഒന്ന് വിശുദ്ധനാവ്. വഴിതെറ്റില്ല എന്ന ബോധ്യത്തിൽ നീ ഒന്ന് ജീവിക്കേ. തിന്മയോട്, അശുദ്ധിയോട് ചെങ്ങാത്തം പാടില്ല എന്ന തീരുമാനത്തിൽ നീ ഒന്ന് ജീവിക്കേ. നിന്റെ ജീവിതം പ്രസാദാത്മകമാകും. നമുക്ക് തന്നെ അറിയാവുന്നൊരു കാര്യമല്ലേ, നമ്മുടെയൊക്കെ ഒരു മനഃശാസ്ത്രപരമായിട്ട് നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിലും, നമ്മളൊരു കൃത്യമായി ഒന്ന് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എത്ര വലുതാണ്. നമുക്ക് കിട്ടുന്ന ഒരു വല്ലാത്തൊരു ഫീലല്ലേ അത്.
നമ്മൾ ചിലതിനോടൊന്നും കോംപ്രമൈസ് ചെയ്യും. നമുക്ക് തന്നെ അറിയാം അല്ലേ, നമ്മൾ തന്നെ അങ്ങ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ചേരെ തന്നെ നാട്ടിൽ ചെന്നാ നടുത്തുണ്ടും തിന്നോണം അല്ലെ, നാടോടുമ്പം ഓടിക്കോണം. നമ്മൾ ഇതിങ്ങനെ പറഞ്ഞിട്ടങ്ങ് പോവാണ്. എന്നാൽ അവിടെയൊക്കെ നമ്മളൊന്ന് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ജീവിച്ചു കഴിയുമ്പോൾ അല്ലെ, നമുക്ക് കിട്ടുന്ന ഒരു, ഞാൻ ലളിതമായിട്ട് പറയാം, 50 ദിവസം ഭക്ഷണ നോമ്പെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു വല്ലാത്തൊരു സന്തോഷമില്ലേ? അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ അങ്ങനെ ഒന്ന് ഫോക്കസ്ഡ് ആക്കി നോക്കിക്കേ, സത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മുടെ ജീവിതം കുറെ കൂടെ ശോഭയുള്ളതാകും. ഈ 1-ാമത്തെ കുറിപ്പിനെ അവസാനിപ്പിക്കുകയാണ്. പ്രത്യാശാപൂർവമായ കാത്തിരിപ്പിന് പ്രസാദാത്മകമായിട്ട് ഒരു കൃപ വരുവാനായിട്ട് പോകുന്നുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഈ ജീവിതത്തിൽ അതിലേക്ക് നടന്നെടുക്കുമ്പോൾ വിശുദ്ധി, എല്ലാ നടപ്പിലും വിശുദ്ധി എന്ന വലിയ ദർശനം നമ്മളെ ശക്തരാക്കട്ടെ, കരുത്തുള്ളവരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1-ാമത്തെ കുറിപ്പ്, എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. രണ്ടാമത്തെ ആഹ്വാനം 1-ാം അധ്യായത്തിൽ, നമ്മൾ ആ അധ്യായം തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുക. അതിന്റെ 17-ാമത്തെ വാക്യമാണ്. അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്: നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. വലിയ പീഡയിലാണ് അന്നത്തെ ജനം, വലിയ പ്രതിസന്ധിയിലാണ്. കാരണം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനെ ചൊല്ലി പലയേറെ നിങ്ങളെ ഉപദ്രവിക്കുന്നു, ഒരുപക്ഷെ നിങ്ങൾ കൊല്ലപ്പെട്ടേക്കാം. അവരോടാണ് ശ്ലീഹ ഒരല്പം, ഞാൻ വിശ്വസിക്കുന്നത് ഒന്ന് ചിരിച്ചോണ്ടായിരിക്കും പറയുന്നത്, ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ പേടിക്കുന്നത് നിങ്ങളെ കൊല്ലുമെന്നല്ലേ, അല്ലേലും നിങ്ങൾ മരിക്കും, അല്ലേലും നിങ്ങൾ മരിക്കും. അതിനെ ശ്ലീഹ പറയുന്നൊരു വാചകമാണ്: നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. പ്രവാസം എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? ആരാണ് പ്രവാസി? കേരള സമൂഹത്തോട് ഒട്ടും ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത വാക്കുകളിലൊന്നാണ്. ആരാണ് പ്രവാസി? ആരാണ്? ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സ്വന്തം നാടും സ്വന്തം വീടും ഒക്കെ ഉപേക്ഷിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഒരു നാട്ടിലേക്ക് പോകുന്ന ആളാണ് പ്രവാസി. ആ നാട്ടിൽ ചെല്ലുമ്പോൾ തൊട്ടുള്ള വലിയ ആഗ്രഹത്തിലാണ് പോയത്. ചെല്ലുമ്പോൾ തൊട്ടുള്ള നമ്മുടെ ചിന്ത എന്തായിരിക്കും? ഇനി എന്നാണൊന്ന് നാട്ടിൽ പോകുന്നത്, വീട്ടിൽ പോകുന്നത് അല്ലേ? ശരിക്കും അതാണ് നമ്മുടെ ഒരു വലിയ ചിന്ത. പ്രവാസ ജീവിതത്തിന്റെ വലിയ ദർശനം അതാണ്. നമ്മൾ പ്രവാസത്തിലായിരിക്കുമ്പോൾ തന്നെയുള്ള ഏറ്റവും വലിയ ചിന്തകളിലൊന്നാണ് ഇനി എന്നാണൊന്ന് നാട്ടിൽ പോകുന്നത്. നിങ്ങളത് ആലോചിച്ച് നോക്കണം. ഇവിടെ ഇരിക്കുന്നവർ ഒരുപാട് പ്രവാസികളൊക്കെ ആയിരുന്നവരുണ്ട്. നമ്മൾ ഈ പ്രവാസത്തിലായിരിക്കുമ്പോൾ അവിടെ വെച്ച് നടത്തുന്ന നമ്മുടെ അധ്വാനങ്ങളും നമ്മുടെ കഷ്ടപ്പാടും നമ്മുടെ കാര്യങ്ങളും എല്ലാം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ അധ്വാനം മുഴുവൻ എവിടേക്ക് കൊടുക്കും? ഞാൻ ഈ UK യിലും കാനഡയിലും പോയതിനെ കുറിച്ച് അല്ല പറയുന്നത് കേട്ടോ. ഈ ഗൾഫിലൊക്കെ പോയി അല്ലെങ്കിൽ ഇന്ത്യക്കൊക്കെ പുറത്ത് പോയി അല്ലേ, അവർക്കറിയാം അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ഐ ഹാവ് ടു കം ബാക്ക്, ഐ ഹാവ് ടു റിട്ടേൺ, തിരികെ വരണം. അതിനുവേണ്ടി ആ അധ്വാനങ്ങൾ മുഴുവൻ തിരിച്ചെന്റെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഭംഗിയായി ജീവിക്കാൻ, എന്റെ കുടുംബം ഭംഗിയാകുവാൻ, എല്ലാം സുരക്ഷിതമാകുവാൻ തക്കവണ്ണം ഇന്ന് ഞാനിവിടെ അധ്വാനിക്കുകയാണ്, ഭാരപ്പെടുകയാണ്. ഇതാണ് പ്രവാസത്തിന്റെ ലക്ഷണം. അപ്പോസ്തലൻ പറയുകയാണ്, ജനത്തോട് പറയുകയാണ്, മക്കളെ മറന്നു പോകരുത്. നിങ്ങളുടെ അധ്വാനത്തിന്റെ പ്രവാസത്തെ കുറിച്ചല്ല ഞാൻ പറയുക. മക്കളെ മറന്നു പോകരുത്. നിങ്ങളുടെ ജീവിതം തന്നെ ഒരു പ്രവാസമാണ്. നിങ്ങൾ എക്കാലത്തും ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ളവരല്ല. എക്കാലവും സുരക്ഷിതരായി ഇവിടെ ആകുമെന്ന് വിചാരിച്ചു പോകരുത്. പരിശുദ്ധനായ പൗലോസ്ലീഹ എന്ന് ഞാനങ്ങ് പറയുകയാണ്. എബ്രായ ലേഖനത്തിലാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ അബ്രഹാമിനെ കുറിച്ച് അതിമനോഹരമായ ഒരു നിരീക്ഷണമുണ്ട്. 10-ാം വാക്യത്തിൽ പറയുകയാണ്, വിശ്വാസത്താൽ അബ്രഹാമിനെ കുറിച്ചാണ് പറയുക. വാഗ്ദത്ത ദേശത്ത്, അബ്രഹാമിന്റെ വാഗ്ദത്ത ദേശം ഏതായിരുന്നു? കനാനായിരുന്നു അല്ലേ? ഒരു പുരുഷായുസ് മുഴുവൻ എടുത്ത് അവൻ നടന്നതാണ്. വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്നതുപോലെ എത്തി. പറയുകയാണ്, വാഗ്ദത്ത ദേശത്ത് അവൻ ഒരു അന്യദേശത്ത് എന്നതുപോലെ എത്തി. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു. കൂടാരത്തിന്റെ പ്രത്യേകത എന്നാ?
കൂടാരത്തിന്റെ പ്രത്യേകത എന്നാ? വീട് പോലല്ല, കൂടാരം ഏത് നിമിഷവും അഴിച്ചുകൊണ്ട് പോവാം, അല്ലേ? 2 കയർ അഴിച്ചു കഴിഞ്ഞാൽ കൂടാരം കഴിഞ്ഞു. വീടങ്ങനെയല്ല. വീട് നമ്മൾ താഴേക്ക് നല്ല ഉറപ്പിൽ പണിയുന്നതാണ്, ഒരിക്കലും പോകരുത് എന്ന് പറഞ്ഞു. എന്നാൽ കൂടാരം ഏത് നിമിഷം ക്യാൻ ബി ഡിസ്മാന്റിൽഡ് അറ്റ് എനി ടൈം. അതാണ് കൂടാരത്തിന്റെ പ്രത്യേകത. പറയുകയാണ്, അന്യദേശത്തെന്നതുപോലെ എത്തി കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. എന്താ ബാക്കി എഴുതിയേക്കുന്നത്? ദൈവം ശില്പിയായിട്ടുള്ളതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. ശ്രദ്ധയോടെ മനസ്സിലാക്കണം. ഒരു പുരുഷായുസ് മുഴുവൻ ഈ ലോകത്തിൽ ജീവിച്ച് വാഗ്ദത്ത ദേശമാണ് തന്റെ ആത്യന്തികമായ ഇടമെന്ന് വിചാരിച്ചൊരു മനുഷ്യൻ നടക്കുകയാണ്. നടന്ന് അവൻ ആ വാഗ്ദത്ത ദേശത്തെത്തിയപ്പോൾ പറയുകയാണ്, അവിടെ വെച്ച് അവൻ തിരിച്ചറിയുകയാണ്, ഇതല്ല എന്റെ വാഗ്ദത്ത ദേശം. ഞാൻ കാത്തിരിക്കുന്നത് മറ്റൊരു നഗരത്തിന് വേണ്ടിയാണ്. അത് ദൈവം ശില്പിയായുള്ളതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരമാണ്. എ സിറ്റി ഓഫ് വിച്ച് ഗോഡ് ഈസ് ദ ആർക്കിടെക്ട്. ഞാനിത് എന്തിനാണ് ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് ധ്യാനിക്കുവാൻ തക്കവണ്ണം വേർതിരിച്ചതെന്ന് ചോദിച്ചാൽ, സഹോദരങ്ങളെ, സ്നേഹിതരെ, ഇന്ന് ഞാനും നിങ്ങളും ഈ ലോകത്തിൽ പ്രതിസന്ധികളും ഭാരങ്ങളും നിറഞ്ഞു ജീവിക്കുമ്പോൾ നമ്മൾ ഏതോ നിമിഷം തെറ്റിദ്ധരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ ലോകത്തിലായിരിക്കുന്നത് എക്കാലത്തേക്കുമാണ്. ഓരോ നിമിഷവും ഇതൊരിക്കലും പറഞ്ഞു പോകരുതേ എന്ന് കരുതി ഞാൻ എൻ്റെ വേരുകൾ ഇങ്ങനെ താഴോട്ടിറക്കുകയാണ്. സ്നേഹിത, നീ ഒരു പ്രവാസിയാണ്. സ്നേഹിത, ഇതൊരു പ്രവാസമാണ്. ഇതൊരു പ്രവാസമാണ്. ഒരു വിശ്വാസി എപ്പോഴും ഓർത്തിരിക്കേണ്ട 4 കാര്യങ്ങളുണ്ട് എന്നാണ് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. എപ്പോഴും അവൻ ഓർത്തിരിക്കണം. നമ്മുടെ കുംഭസാരക്രമത്തിലും പാമ്പാക്കട പുസ്തകത്തിലും ശീമ നമസ്കാരത്തിലൊരു പാട്ടിൽ അതിൽ 3 കാര്യങ്ങളാണ് പറയുക. ആ പാട്ട് തന്നെയുണ്ട് നമ്മുടെ ഭവന ശുദ്ധീകരണത്തിലൊക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? 4 കാര്യങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട 4 കാര്യങ്ങൾ. 1, മരണമുണ്ട്. ജീവിതമുണ്ടെന്നല്ല, ജീവനുണ്ടെന്നല്ല. 1, സഹോദര, അടുത്ത നിമിഷം നീ മരിക്കാൻ പോവുകയാണ്, മരണമുണ്ട്. 2, ന്യായവിധിയുണ്ട്. സ്നേഹിത, മറന്നു പോകരുത്, ന്യായവിധിയുണ്ട്. 3, സ്വർഗമുണ്ട്. സ്വർഗമുണ്ടെങ്കിൽ 4, നരകവുമുണ്ട്. നമ്മള് ഈ നാളുകളിൽ അല്ല, എപ്പോഴും സ്നേഹിതരെ, ഈ നിമിഷം ജീവിച്ചു കഴിയുമ്പോൾ ഓർത്തോണം, ഈ വാസ്തവത്തിൽ ഞാൻ ഈ നിമിഷം ജീവിച്ചു കഴിയുകയല്ലായിരുന്നു. ഞാൻ എൻ്റെ മരണത്തിലേക്ക് ഒരു നിമിഷം അടുത്തു വരികയായിരുന്നു. ഞാൻ എൻ്റെ മരണത്തിലേക്ക് ഒരു നിമിഷം അടുത്തു വരികയായിരുന്നു. മരിക്കും സ്നേഹിത, അല്ലേ? എനിക്ക് ഏറെ സംസാരിക്കാനുണ്ട്, വ്യക്തിപരമാകുമെന്ന് കരുതിയാണ് ഞാൻ പറയാത്തത്. നമ്മളൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ നിമിഷങ്ങളിങ്ങനെ മരണത്തെ മുഖാമുഖം കണ്ടിട്ടുള്ളവരാകുമെന്നേ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുക, ഈ അകത്തേക്ക് പോയ ശ്വാസമില്ലേ, ഈ അകത്തേക്ക് പോയ ശ്വാസം, നമ്മളിപ്പോൾ ശ്വസിച്ച ശ്വാസം, അത് തിരിച്ചു വന്നില്ലെങ്കിൽ ഞാനില്ല. അത്രയുള്ളൂ സ്നേഹിത. ഞാൻ ഈ ലോകത്തിൽ കാട്ടിക്കൂട്ടുന്ന എൻ്റെ കഴിവും മിടുക്കും സാമർഥ്യവും പണവും അധികാരവും പ്രതാപവും, അതുകൊണ്ടാണ് പുസ്തകത്തിൽ എഴുതി, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ഇറ്റ് ഈസ് ജസ്റ്റ് എ ബ്രത്ത്, അതൊരു ശ്വാസം മാത്രമാണ്. അതുകൊണ്ട് പലപ്പോഴും പറയാറുണ്ട്, ലൈഫ് ഈസ് ആക്ച്വലി ആൻ ഇന്റർവൽ ബിറ്റ്വീൻ 2 ബ്രത്ത്സ്. ഈ 2 ശ്വാസങ്ങളുടെ ഇടയിലുള്ള ഒരു ഇടവേള മാത്രമാണ് മരണമെന്ന് മറന്നു പോകരുത്. മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ എന്തുണ്ട്? ഒരു ന്യായവിധിയുണ്ടെന്ന് മറന്നു പോകരുത്. ഇത് ഞാൻ പറയുന്നതല്ല, നമ്മുടെ കർത്താവ് പറഞ്ഞാണ്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ നന്മ ചെയ്യുകയാണെങ്കിൽ അതിന് തക്കതുപോലെ, തിന്മ ചെയ്യുകയാണെങ്കിൽ അതിന് തക്കതുപോലെ പ്രതിഫലം ലഭിക്കുന്ന ഒരു ദിവസമുണ്ട്. എന്താണ് പ്രതിഫലം? അതാണ് അടുത്ത 2. എവിടെയെന്ന് പറയാൻ എനിക്കറിയില്ല, പക്ഷെ പിതാക്കന്മാർ എഴുതി, ദൈവത്തോടൊപ്പം ആനന്ദിക്കുന്ന ഒരു സ്ഥലമുണ്ട് സ്നേഹിത, അതാണ് നിന്റെ നിത്യമായ ഇടം. ഇതല്ല, സ്വർഗമുണ്ട്. സ്വർഗമുണ്ടെങ്കിൽ 4, അതില്ലാത്തവർക്ക് നരകവുമുണ്ട്. ഞാൻ ഒന്നുകൂടെ ചോദിച്ചോട്ടെ, കർത്താവ് വരുമോ? വരുമോ? എപ്പോഴാ വരുന്നേ? നാളെ വന്നാലോ?
വേണ്ട, വന്നു, നാളെ വരണ്ട. നാളെ വന്നാൽ കുഴപ്പമെന്നെ? നോയമ്പ് വിടുമ്പോൾ നമ്മുടെ മറ്റേ പ്രോഗ്രാംസ് ഒക്കെ കുറെ ക്രമീകരിച്ചിട്ടില്ലേ? കല്യാണമുണ്ട്, പിന്നെ കുറെ പ്ലാനുകളുണ്ട്, കൊച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കരുതി വെച്ചിരിക്കുകയാണ്. കർത്താവ് വന്നു, പക്ഷെ ഇപ്പം വരണ്ട. അത് തന്നെ, അതാണ് വാസ്തവം. വന്നു, ഇപ്പം വരണ്ട. ശരിക്കും എനിക്ക് തോന്നുന്നു ഞാനിന്ന് നേരിടുന്ന, അല്ല നമ്മളൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നും ഇതാണ്. കർത്താവിന്റെ രണ്ടാമത്തെ വരവ്, സ്നേഹിതരെ, അതൊരു തിയറിയല്ല, അതൊരു സാധ്യതയല്ല, അതൊരു ഷുവാച്ചിയാണ്, അതൊരു ഉറപ്പാണ്, അതൊരു ഉറപ്പാണ്. പക്ഷെ എന്റെ പ്രശ്നം ഇതെന്നറിയാമോ? എനിക്ക് ഭയമാണ്. കർത്താവ് രണ്ടാമത് വരുന്നത് എനിക്ക് ഭയമാണ്. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നതും അല്ലെങ്കിൽ അബ്രഹാമിന്റെ മാതൃക നമ്മൾ കണ്ടിടത്തും they were not afraid of that coming. അവർക്ക് ഭയമായിരുന്നില്ല, മറിച്ച് പ്രത്യാശയായിരുന്നു. ഭയവും പ്രത്യാശയും ആ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഭയമല്ല, പ്രത്യാശയാണ്. വിശുദ്ധ കുർബാന പടിഞ്ഞാറോട്ട് ആഘോഷിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ കേട്ട് കാണാം. അച്ഛന്മാരാണ് പറയുക, ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും, ബാക്കി തിരുമുൻപാകെയുള്ള, എന്താ ഈ തിരുമുൻപാകെയുള്ള മുഖപ്രസന്നത? തിരുമുൻപാകെയുള്ള മുഖപ്രസന്നത. ഞാൻ വൈദിക സെമിനാറിൽ പഠിക്കാൻ വന്ന സമയത്താണ് ഞങ്ങളുടെ ഫൈനൽ ഇയർ ഷമാശനാണ് ആൻഡ്രൂസ് അച്ഛൻ. ഞാൻ ഒത്തിരി വർഷമായി അച്ഛനെ കണ്ടിട്ടെന്ന് വിചാരിച്ചു, ഞങ്ങൾ ഇടയ്ക്ക് കാണാറുണ്ട്, അങ്ങ് വിചാരിച്ചു ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട്, ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഏറെ വർഷങ്ങളായി എന്ന് വിചാരിച്ചു. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അച്ഛനെ ഒന്ന് കാണണമെന്ന്. ഏറെ വർഷങ്ങൾക്ക് ശേഷം അച്ഛനെ ഞാൻ കാണുന്ന സമയത്ത്, അയ്യോ, ഞാൻ കാത്തിരുന്ന അച്ഛനെ ഒന്ന് കാണാൻ പറ്റിയല്ലോ എന്നോർത്ത് എന്റെ മുഖം പ്രസന്നമാകും. എന്നെ കണ്ടല്ലോ എന്നോർത്ത് അച്ഛന്റെ മുഖവും, അതുള്ളിലുള്ള സന്തോഷത്തിന്റെയും കാത്തിരിപ്പിന്റെയും ഫലമായിട്ടുണ്ടായതാണ്. അതൊരു അനുഭവമാണ്, അല്ലേ? അയ്യോ, ഇങ്ങനെ കാണേണ്ടി വന്നല്ലോ, ഒരിക്കലും ജീവിതത്തിൽ നേരിടേണ്ടി വരല്ലേ, ഇങ്ങനെ കാണേണ്ടി വന്നല്ലോ എന്നൊരു വികാരവും വേണമെങ്കിൽ എന്റെ മനസ്സിൽ, അല്ലെങ്കിൽ അച്ഛന്റെ മനസ്സിൽ. ഇത്രയേ ഉള്ളൂ ഇത്. സ്നേഹിത, അവൻ എന്റെ മണവാളനാണ്. ഞാൻ അവനെ മുഖാമുഖം കാണേണ്ട ഒരു ദിവസം ഉണ്ടാവും. ആ ദിവസം ഇന്നാകാം, നാളെയാകാം. കർത്താവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ദിവസത്തെ കുറിച്ച് മാലാഹമാരോ പുത്രം പോലുമോ അറിയുന്നില്ല. പക്ഷെ ഒരു ദിവസമുണ്ട് സ്നേഹിത, പ്രത്യാശയോടെ കാത്തിരിക്കണം. അവനെ കാണുമ്പോൾ, അവനെ കണ്ടല്ലോ എന്നോർത്ത് എനിക്കും, എന്നെ കണ്ടല്ലോ എന്നോർത്ത് അവനും മുഖപ്രസാദമുണ്ടാകുന്ന ആ ഒരു അനുഭവത്തിലേക്ക് വേണം നമ്മൾ അടുത്തു വരുവാനായിട്ട്. ഈ പ്രവാസകാലം ഭയത്തോടെ കഴിച്ചു കൂട്ടണം. അത് കുറെ കൂടെ ഭംഗിയായി, കുറെ കൂടെ ഞാൻ പറഞ്ഞ വാക്ക് പ്രസാദാത്മകമായി, കുറെ കൂടെ ദൈവാനുഭവത്തിൽ ജീവിക്കുമ്പോൾ പ്രതിസന്ധികളല്ല നമ്മൾ ഓർക്കുക, പ്രത്യാശയോടുള്ള കാത്തിരിപ്പ് മാത്രമായിരിക്കും. രണ്ടാമത്തെ കുറിപ്പിനെയും അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. ഒന്നാമത് പറഞ്ഞത് മറന്നു പോകരുത്, എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. രണ്ടാമത് പറഞ്ഞത് പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. 3, അവസാനമായി വളരെ വേഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. മൂന്നാമത്തെ ആഹ്വാനം, മൂന്നാമത്തെ കുറിപ്പ് 22-ാമത്തെ വാക്യത്തിലാണ്. ഏറെ വാക്കുകൾ പറഞ്ഞ് 22-ാമത്തെ വാക്യം അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്: ഹൃദയപൂർവം അന്യോന്യം ഉറ്റു സ്നേഹിക്കണം. Love one another deeply from your heart. ഏറെ വാക്കുകളൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്താണ് സ്നേഹം? എന്താണ് സ്നേഹം? നമ്മളൊരു പക്ഷേ എന്താണ് ക്രിസ്തീയതയുടെ കാമ്പ് എന്നൊക്കെ ചോദിച്ച ഒറ്റ വാക്കിൽ പറയാവുന്ന കാര്യമാണത് സ്നേഹമാണ്. പക്ഷെ ഞാൻ ഈ നാളുകളിൽ സ്നേഹത്തെ അല്പം വ്യത്യസ്തമൊന്നുമല്ല, അത് തന്നെയാണ് സ്നേഹത്തിന്റെ അർത്ഥം. പക്ഷെ ഇന്ന് വായിക്കാൻ ശ്രമിക്കുന്നത് മറ്റൊരു വാക്കുകൂടെ ചേർത്തിട്ടാണ്. സ്നേഹം എന്ന് പറഞ്ഞാല് പണ്ട് സദ്യോസിന് പറയായിരുന്നു 3 സ്നേഹമുണ്ട്, ഗ്ലോറിയ സോഫിയ എന്നൊക്കെ തിരുവിന് പറയായിരുന്നു, അല്ലേ? അതായത് നമുക്ക് കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച സ്നേഹം കുരിശിലെ സ്നേഹമാണ് നമ്മൾ പറയാറുണ്ട്, അല്ലേ? അതിന്റെ പ്രത്യേകത എന്താണ്? ഉപാധികളില്ലായിരുന്നു, അൺകണ്ടീഷണൽ ആയിരുന്നു, ഉപാധികളില്ലാത്ത സ്നേഹമായിരുന്നു കുരിശിന്റെ സ്നേഹം. ഈ സ്നേഹം എന്ന വാക്കിനെ പലപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നത് നീതി എന്നൊരു വാക്ക് കൊണ്ടെന്ന് വായിക്കാൻ ആഗ്രഹിക്കാറുണ്ട്. നീതി.
എപ്പോഴും സ്നേഹിക്കുന്ന സമയത്ത് രണ്ട് കക്ഷികളുണ്ടാവും ഈ സ്നേഹത്തിനകത്ത്, അല്ലേ? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം കാണാതെ അറിയാവുന്ന വാക്യങ്ങളിൽ ഒന്നാണ്. എന്താണ്? തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ. അതിനകത്ത് രണ്ട് കക്ഷികൾ ആരൊക്കെയാണ്? ദൈവവും ലോകവും. ദൈവവും ലോകവും. ലോകം നശിക്കാൻ തുടങ്ങുകയായിരുന്നു, ലോകം തകരാൻ തുടങ്ങുകയായിരുന്നു. ദൈവം എങ്ങനെയെങ്കിലും ഒന്ന് ഇടപെടണമെന്ന് ലോകം ആഗ്രഹിച്ചിരുന്നു. എങ്ങനെ ദൈവത്തിന് ഇടപെടാം? ഒന്നിൽ നോഹയുടെ കാലത്തെ പോലെ ജലപ്രളയം ഉണ്ടാകത്തില്ലെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു അടയാളങ്ങളൊക്കെ ചെയ്ത് വേണമെങ്കിൽ ദൈവത്തിന് ഇടപെടാം. അല്ലെങ്കിൽ ഒരു വലിയ പ്രവാചകനെ വേണമെങ്കിൽ അയക്കാം. അതൊക്കെ ദൈവത്തിന്റെ ഇടപെടലുകളാണ്. അപ്പം ലോകം പ്രതീക്ഷിച്ചു ദൈവം എങ്ങനെയെങ്കിലും ഒന്ന് ഇടപെടണം. ദൈവം ഇടപെട്ടത് എങ്ങനെയാ? ദൈവം ഇങ്ങനെയൊന്നുമല്ല ഇടപെട്ടത്. ദൈവം എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ലോകം ആഗ്രഹിച്ചപ്പോൾ ദൈവം തമ്പുരാൻ ചെയ്തത് എന്താണ്? തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ, ഞാൻ പറയും ദൈവം നീതിയുള്ളവനായതുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്തത്. അതാണ് സ്നേഹം. എല്ലാവർക്കും പ്രതീക്ഷകളുണ്ട്. കുഷ്ഠരോഗി പ്രാർത്ഥിച്ചതെന്താണ്? നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. അവൻ ചോദിച്ചത് സൗഖ്യമാണ്. പക്ഷെ സൗഖ്യത്തിന് മുമ്പ് കർത്താവ് അവന് കൊടുത്തത് എന്താണ്? പറയാമോ? വഴിയെ നടന്നു പോയപ്പം ഒരു പെണ്ണ് വന്ന് കുപ്പായത്തെ പിടിച്ചു. അവക്ക് വരെ എന്ത് കിട്ടി? സൗഖ്യം കിട്ടി. കർത്താവ് പറഞ്ഞാൽ മതിയായിരുന്നു, എന്ത് കിട്ടിയേനെ. പക്ഷേ കർത്താവ് മനസ്സിലാക്കി ഇവന് സൗഖ്യത്തെക്കാളും ആവശ്യം വേറൊരു സാധനമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവ് അവനെ കൈ നീട്ടി ആദ്യം ഒന്ന് തൊട്ടില്ലെങ്കിൽ സൗഖ്യം കിട്ടുമെന്നേ. പിന്നെ തൊട്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കർത്താവ് നീതിയുള്ളവനായതുകൊണ്ടാണ്. കാരണം ആരും തൊടാത്തൊരുവനായിരുന്നു അവൻ. എന്നേ വീട്ടിൽ നിന്നും പുറത്തു പോയവൻ. ഹി നീഡ്സ് എ ടച്ച് rather than healing എന്ന് കർത്താവിന് വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ടാണ് എൻ്റെ ബോധ്യം കർത്താവിനെ ഒന്ന് തൊട്ടു. ആൻഡ്രൂസ് അച്ഛൻ പുതുപ്പള്ളി വലിയ പള്ളിയുടെ വികാരിയാണ്. എൻ്റെ പള്ളിയിൽ 50 വീട്ടുകാരേ ഉള്ളൂ, അല്ല 60 വീട്ടുകാരേ ഉള്ളൂ. അതിൻ്റെ ഒരു എത്രയോ ഇരട്ടി, അല്ലേ? അപ്പൊ ഞാൻ പ്രതീക്ഷിക്കും ജനക്കൂട്ടത്തിനിട നിൽക്കുമ്പം ചിലപ്പോൾ അച്ഛനെ കാണുമ്പോൾ ഒന്ന് ചിരിക്കുമായിരിക്കും. കാരണം ഞങ്ങൾ പണ്ട് ഒരുമിച്ച് സെമിനാറിൽ ഉണ്ടായിരുന്നതാണല്ലോ. ഞാൻ അച്ഛനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താണ്? ഒരു ചിരിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ആ ചിരി പ്രതീക്ഷിച്ചപ്പോൾ അച്ഛനോട് വന്നു, അച്ഛാ സുഖമായിട്ടിരിക്കുന്നു? സെമിനാറിൽ എന്നാ വേണ്ട, മക്കൾ എന്ത് ചെയ്യും, സുഖമായിട്ടിരിക്കുന്നു? എന്തുകൊണ്ടാണ്? അച്ഛന് നീതിയുള്ളത് കൊണ്ടാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്താ? ലോകത്തിലെ ഏറ്റവും വലിയ വേദന പ്രസവവേദന. അതല്ലെന്ന് പറയാൻ ഞാൻ ആളല്ല, അതായിരിക്കും, അല്ലേ? പക്ഷെ അതിന് തൊട്ടടുത്ത് നമുക്ക് സന്തോഷമാണല്ലോ നമുക്ക് ഉണ്ടാവുക. അതിലും വലിയ വേദന ശരിക്കും ഒറ്റപ്പെടലല്ലേ ഏറ്റവും വലിയ വേദന? ഒറ്റപ്പെടലിനേക്കാൾ വലിയ എന്ത് വേദനയാണ് ജീവിതത്തിലുള്ളത്? ഇന്ന് നമ്മൾ ഈ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴും വല്ലാതെ ഒറ്റപ്പെട്ടു പോയ ചില ജീവിതങ്ങളിൽ കൂടെ കാണുമെന്നേ. വല്ലാതെ അത് നമ്മൾ ഈ ഒറ്റപ്പെട്ടവരെ തേടി ഒരു മന്ദിരത്തിലും പോകണ്ട. അതൊക്കെ നമ്മുടെ വീടുകളിലുണ്ട്. നമ്മുടെ വീടിനകത്തുണ്ട് ഈ ഒറ്റപ്പെടൽ. ഇവിടെ ഇരിക്കുന്ന മുതിർന്ന അമ്മമാരോടും അപ്പന്മാരോടും ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ മക്കൾക്ക് പോലും നമ്മൾ മാർക്കിട്ട് മാറ്റിയിട്ടില്ലേ? നമ്മുടെ സ്വന്തം മക്കൾക്ക് ഒരാൾക്ക് കഴിവുള്ളവനെന്നും മറ്റവൻ കഴിവില്ലാത്തവനെന്നും നമ്മൾ അവനെ കുറ്റം പറഞ്ഞിട്ടില്ലേ? ചിലപ്പോഴൊക്കെ പോയി ചാവല്ലായോടൊന്ന് ചോദിച്ചിട്ടില്ലേ? നമ്മൾ എപ്പോഴെങ്കിലും തിരിഞ്ഞൊന്ന് ആലോചിച്ചിട്ടുണ്ടോ അവൻ അനുഭവിക്കുന്ന ഒരു വേദന, അവൻ അനുഭവിക്കുന്ന ഒരു സങ്കടത്തിനെ, ഒരു സങ്കടക്കടലിനെ? നമ്മുടെ പങ്കാളിയെ നമ്മൾ ഇഗ്നോർ ചെയ്തിട്ടില്ലേ ചിലപ്പോഴൊക്കെ? അല്ലാതെ എന്നിട്ട് നമ്മൾ പറയും നമ്മൾ വലിയ സ്നേഹമുള്ളവരാണ്. ഈ സ്നേഹം എന്ന് പറയുന്നത്, ക്ഷമിക്കണം, ചാരിറ്റി ചെയ്യുന്നത് മാത്രമൊന്നുമല്ല. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഐ ലവ് യു എന്ന് പറയുന്നതുമല്ല. നമ്മുടെ സാധാരണ ജീവിത അനുഭവങ്ങളിൽ നമ്മളിൽ നിന്നും പ്രിയപ്പെട്ടവർ ഇത് പ്രതീക്ഷിക്കും. സ്നേഹിത, they expect something from you.
അത് കൊടുക്കാൻ പറ്റിയാൽ മതി. അതാ സ്നേഹം. അത്രേ ഉള്ളൂ സ്നേഹം. അതാണ് സ്നേഹം. ഇവിടെ ഇതാണ് അത് പറയുന്നത്. ഹൃദയപൂർവ്വം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന് കണക്കൊന്നുമില്ല. 10-80 വയസ്സായിട്ട് പരസ്പരം പോരടിച്ച് ജീവിക്കുന്ന ജീവിതങ്ങളുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു മോള്, ഒരു പെങ്കൊച്ച്, ഈ സത്യം പറഞ്ഞാൽ സങ്കടം വന്നുപോയി. അവള് വന്നിട്ട് പറഞ്ഞെന്താ, അവളുടെ പ്രശ്നം എന്താ അറിയോ? അവള് കല്യാണം കഴിച്ചു പോയി. അവളോട് പറയാന്ന് വെച്ചാൽ, എനിക്ക് 7 വയസ്സുള്ളപ്പോ എന്റെ അപ്പനും അമ്മയും മിണ്ടാതായതാ. ഇപ്പൊ അവർക്ക് 10-75 വയസ്സായി. ഇതുവരെ അവര് മിണ്ടത്തില്ല. ഒരു വീട്ടിൽ താമസിക്കുക, ഒരു വീട്ടിൽ. എന്നാ സ്നേഹമാണ് നീ. അതിനിടയ്ക്ക് പിള്ളേർ കെട്ടിച്ചു, കാര്യങ്ങളൊക്കെ നടന്നു, വീട്ടിൽ മിണ്ടുകയല്ല, സ്വസ്ഥതയില്ല വീട്ടിൽ. ഇവിടെയാണ് നമ്മൾ സ്നേഹത്തെ കുറിച്ച് വായിക്കേണ്ടത്. ഇതിന് പറയും നമ്മൾ, നമ്മുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, പ്രതിസന്ധിയാണെന്ന് പറയും. ഹൃദയപൂർവ്വം സ്നേഹിക്കണം, നീതിയുള്ളവരാകണം, പ്രതീക്ഷകളെ ഫുൾഫിൽ ചെയ്യണം. അതാണ് കുരിശ് നമ്മളെ പഠിപ്പിച്ചത്. സ്വന്തം പുത്രനെ നൽകുവാൻ തക്കവണ്ണമല്ല, ഞാൻ വിശ്വസിക്കുന്നു സ്വന്തം പുത്രൻ മരിക്കുവാൻ തക്കവണ്ണം അവൻ ലോകത്തെ സ്നേഹിച്ചു. നമുക്ക് ചില നിയോഗങ്ങളുണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ. നമ്മൾ ഉണ്ടാക്കുന്ന പണം മാത്രമൊന്നും അല്ല നമ്മുടെ ജീവിത വിജയത്തിന്റെ അടയാളം. നമ്മൾ എത്ര പണമുള്ളവരാണെങ്കിലും, നമ്മൾ എത്ര ഹൈ പൊസിഷനിൽ ഇരുന്നവരാണെന്ന് പറഞ്ഞാലും, നമ്മുടെ വീടിനുള്ളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ, നിങ്ങളുടെ സഹോദരങ്ങളുടെ, മക്കളുടെ, അയൽക്കാരുടെ പ്രതീക്ഷകളെ നിറവേറ്റാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല. അവിടെ നമുക്ക് ഈ നോമ്പുകാലം ഒരു പുതിയ തുടക്കമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് വലിയ പ്രയാസങ്ങളിലിരുന്ന ജനത്തോട് നിങ്ങളുടെ ചിന്തകളെ ഒന്ന് വഴിതിരിച്ചു വിടുവാൻ ശ്ലീഹ നടത്തുന്ന ആഹ്വാനങ്ങളാണ്. അതിനെക്കുറിച്ച് നിങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ ഒന്നും തീരില്ലല്ലോ. അതുകൊണ്ട് മനസ്സിനെ ഉറപ്പിക്കുക, ഒന്ന് നിർമ്മതരാവുക. തിങ്ക് അബൌട്ട് സംതിങ് എൽസ്, തിങ്ക് അബൌട്ട് എ പോസിറ്റീവ് ലൈഫ്, അല്ലെ? കുറെ കൂടെ ഭംഗിയായിട്ട് ജീവിക്കുവാൻ അദ്ദേഹം നൽകുന്ന ചില ആഹ്വാനങ്ങളെ നമ്മുടെ ജീവിതവുമായിട്ട് ചേർത്തൊന്ന് വായിക്കാൻ മാത്രമേ നമ്മൾ ശ്രമിച്ചുള്ളൂ. അതിലൊന്നാമത്തേത് വിശുദ്ധിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. വിശുദ്ധിയുമായിട്ട് നമ്മൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ലോകത്തിൽ. നടക്കുമ്പോൾ ഈ ലോകം നന്മയും തിന്മയും ഒക്കെയുള്ള ലോകമാണ്. എന്നാൽ വിശുദ്ധിയിൽ നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം എൻ്റേതാണ്. കാരണം യു ആർ ദ ഡോർ ഓഫ് യുവർ ഫാമിലി, യു ആർ ദ ഡോർ ഓഫ് യുവർ ലൈഫ്. നമ്മുടെ വാതിൽ നമ്മളാണ്. അത് എപ്പോൾ തുറക്കണം, എപ്പോൾ അടയ്ക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, നമ്മളാണ്. അതുകൊണ്ട് നടപ്പിൽ വിശുദ്ധരാകണം. കർത്താവിന്റെ പ്രലോഭനങ്ങളെ കുറിച്ച് പറഞ്ഞ ചിന്തകളൊക്കെ മനസ്സിലിരിക്കട്ടെ. വിശപ്പുകളെല്ലാം ഒന്നും ഭക്ഷണം കൊടുത്തല്ല തൃപ്തമാകേണ്ടത്. വലിയ അധികാരവും പണവും ഒന്നുമില്ലെങ്കിലും ഭംഗിയായ അനുഗ്രഹത്തോടെ ജീവിക്കുക. എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. രണ്ടാമത് ഞാൻ പറഞ്ഞത് പ്രവാസകാലമായ ഈ ജീവിതത്തെ കുറിച്ചാണ്. എപ്പം വിളിച്ചാലും പോകേണ്ടവരാണ്. എപ്പോഴും പെട്ടി പാക്ക് ചെയ്തിരിക്കേണ്ടവരാണ് നമ്മൾ, അല്ലേ? പെട്ടി പാക്ക് ചെയ്തിരിക്കേണ്ടവരാണ് എപ്പോഴും. കാരണം ഏത് നിമിഷവും കർത്താവ് വരും. ഏത് നിമിഷവും നമ്മൾ വിളിക്കപ്പെട്ടേക്കാം. എപ്പോൾ വിളിച്ചാലും, അല്ലെ? കർത്താവ് ആവർത്തിച്ച് പറയുന്ന ഉപമകളെ പോലെ, ജാഗ്രതയുള്ള വേലക്കാരനെ പോലെ, വിജിലൻസ് സ്റ്റ്യൂവർഡ് എന്നല്ലേ പറയുന്നത്, ജാഗ്രതയുള്ള വേലക്കാരനെ പോലെ നമുക്ക് കാത്തിരിക്കാം. കാരണം മറന്നു പോകരുത്, മരണമുണ്ട്, ന്യായവിധിയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. മൂന്നാമത് നമുക്കൊക്കെ ഏറെ പരിചയമുള്ളൊരു കാര്യം തന്നെ ഞാൻ സംസാരിച്ചു തുടങ്ങിയത്, ഇത് ഹൃദയപൂർവ്വം സ്നേഹിക്കുവാനുള്ള ഒരു ആഹ്വാനമായിരുന്നു. എന്നാൽ ഈ സ്നേഹം എന്നുള്ളത് എന്ത് എന്നുള്ളതാണ്. തോന്നുമ്പോൾ വഴക്കുണ്ടാക്കാനും അടിയുണ്ടാക്കാനും ചീത്ത വിളിക്കാനും അതിനെയല്ല സ്നേഹമെന്ന്. അത് സ്ഥായിയായ ഭാവമാണ്. അതൊരു സ്ഥായിയായ ഭാവമാണ്. പ്രയാസങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാവും, പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാവും. ഏറ്റവും ലോകത്തിൽ നമുക്ക് മനുഷ്യനുള്ള ഏറ്റവും വലിയ കഴിവെന്തെന്നറിയാമോ? ഞാൻ വിശ്വസിക്കുന്നത് ക്ഷമ പറയാനുള്ള കഴിവാണ്. ചിലരോട് ഒരു സോറിയൊക്കെ പറയേണ്ടത് സോറി പറയണമെന്നേ. നമ്മുടെ ഒരു ഭാര്യയോട് ഭർത്താവിനോട് പിണങ്ങിയിട്ട്, അല്ലേ, ഒരു സോറി പറഞ്ഞാൽ എന്നാ തെറ്റ്? നമ്മളെന്തായാലും ഇടിഞ്ഞു വീഴും? ഒന്നും ഇടിഞ്ഞു വീഴില്ല. ഒരു തുള്ളി കണ്ണുനീര് പൊഴിച്ചാൽ എന്നാ തെറ്റ്? ഒന്നും സംഭവിക്കില്ല. നമ്മുടെ ബന്ധം കുറെ കൂടെ ദൃഢമാവുകയുള്ളൂ. പ്രതീക്ഷകളുണ്ട് എല്ലാവർക്കും, എല്ലാവരെയും കുറിച്ച്. ഇല്ല എന്നൊക്കെ നമ്മൾ വെറുതെ പറയുന്നു. എല്ലാവർക്കും പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകളെ ഒരു പരിധിയെങ്കിലും നിറവേറ്റുമ്പോഴാണ് നമ്മൾ നീതിയുള്ളവരായി അല്ല, സ്നേഹമുള്ളവരായി മാറുക. ഹൃദയപൂർവ്വം അന്യോന്യം സ്നേഹിക്കാം. ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ സ്തോത്രം അർപ്പിക്കുകയാണ്. ഞാൻ ഏറെക്കാലത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ഇവിടെ വരുന്നത്. പണ്ട് കുറെ മുമ്പൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറെക്കാലത്തിന് ശേഷമാണ് വീണ്ടും ഇങ്ങനെ ഒരു കൂട്ടത്തിൽ ഇവിടെ വന്ന് നിൽക്കുന്നത്. എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. നമുക്കറിയാവുന്നത് പോലെ ഈ ഒരു സ്ഥലം
നമുക്കറിയാം നമ്മുടെ സഭയുടെ ഒരു വിശ്വാസം അനുസരിച്ച് സാങ്ക്ടിറ്റി ഓഫ് സ്പേസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇത് വിശുദ്ധമായൊരു മണ്ണാണ്, ഒരു ഇടമാണ്. നമ്മൾ ഇവിടെ വന്നെടുക്കുന്ന തീരുമാനങ്ങൾ, ഇവിടെ വന്നെടുക്കുന്ന ദർശനങ്ങൾ, നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന തോന്നലുകൾ, അവയ്ക്ക് ശക്തി കൂടുമെന്നുള്ളതാണ്. അത് സാധാരണ ഒരു തീരുമാനം പോലെയല്ല, അതിന് ശക്തിയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ഒരു ഇടമാണ്. പരിശുദ്ധനായ ഗീവർഗീസയുടെ വലിയ സാന്നിധ്യമുള്ളൊരു മണ്ണാണിത്. അപ്പൊ ഇവിടെ നിന്ന് നല്ല ദർശനങ്ങളും തീരുമാനങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ക്ഷണിച്ച വന്ദരായ വികാരി അച്ഛന്മാരോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടെ അറിയിച്ച് പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ബലപ്പെടാമെന്ന് താല്പര്യപ്പെട്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കും.